പക്ഷമൊന്നും കാണിക്കാതെ, എന്നാൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു അഹ്ലുൽ യമീന് കാണും, പിന്നെ ഒരു അഹ്ലുൽ ഷിമാല് കാണും, എപ്പോഴും തിന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ. ഇതൊരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ചിത്രമാണ്. ഖുർആൻ സൂറത്തുൽ വാഖിഅയിൽ അതിൽ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷെ എന്നാലും ഈ സമൂഹം നന്മയുള്ള സമൂഹമാണ്. ഈ ഉമ്മത്തിൽ ഖൈറുണ്ട് എന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ എത്ര കുഴപ്പക്കാരാണെങ്കിലും, അങ്ങനെയൊക്കെ പറയാലോ, കുരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിലും ഈ ഉമ്മത്തിൽ ഖൈറുണ്ട് എന്ന് ഹബീബ് അതുകൊണ്ട് തന്നെ മനുഷ്യവാസം ഭൂമിയിലുണ്ടായിട്ട്, ആദം നബി അലൈഹിസ്സലാം ഉണ്ടായിട്ട് വന്നുപോയിട്ട് കേവലം 20,000 22,000 വർഷങ്ങളുടെ ബാക്കിലോട്ട് മാത്രമേ സമയമായിട്ടുള്ളൂ എന്നാണ് ചരിത്ര ഒരു കണക്കങ്ങനെയാണ്. 50,000-ൻ്റെയോ വർഷങ്ങളുടെ മില്യൺ കണക്കിന് ദശലക്ഷം കണക്കിന് വർഷങ്ങളുടെയോ ഒന്നും പഴക്കം മനുഷ്യർക്ക് ഭൂമിയിലില്ല. 20,000, 22, ഒരു 25,000 കൂട്ടാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം BC 8000-ലാണ് എന്ന് പറയും. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെയും 8000 വർഷങ്ങൾക്ക് മുമ്പ്. അവിടുന്ന് വീണ്ടും ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. അങ്ങനെ പ്രവാചക ശൃംഖലയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരാശിയുടെ ആയുസ് നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ വളരെ കൂടുതലല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ഗണനയിൽ അത് ചെറിയൊരു കണക്കുമല്ല. തീർച്ചയായും ആയിരങ്ങളുടെ ശതാബ്ദികളുടെ പഴക്കമുണ്ട്. നമ്മൾ കാലങ്ങളിൽ ശേഷം വന്നവരാണ്. എന്തിനെന്നറിയോ? അതിൻ്റെ ഒരു നന്മ, മരിച്ചുപോയി ഖബറിൽ കിടക്കുമ്പോൾ കുറച്ചു കാലമേ മറ്റു സമുദായങ്ങളെക്കാളെ കുറച്ചു കാലമാണ് നമ്മൾ ഖബറിൽ വിശ്രമിക്കുന്നത്. അള്ളാഹു അത് നമുക്കൊരു വിശ്രമമാക്കി തരട്ടെ. മർക്കദ് എന്ന് അള്ളാഹു പ്രയോഗിക്കുന്നുണ്ട്. അത് വിശ്രമിക്കുന്ന ഒരു ഇടമാക്കി അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ. ഖബറിൽ കിടക്കുന്ന കാലം കുറയും. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലം, അങ്ങനെ പ്രവാചകന്മാരുടെ കാലത്ത് മരിച്ചുപോയവരൊക്കെ ഖബറിൽ വിശ്രമിക്കുകയാണ്. അവരൊക്കെ നമ്മുടെ വല്യമ്മമാരടക്കം വിശ്രമിക്കുകയാണ്. അമ്പിയാക്കന്മാർ വിശ്രമിക്കുകയാണ്. അന്നത്തെ കാലത്തെ മുഅ്മിനീങ്ങൾ, അന്ന് മറവ് ചെയ്യപ്പെട്ടവർ എന്നുവരെ ഈ ലോകത്തിനൊരവസാനം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്.
യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്ത്, ആകാശഭൂമികളെല്ലാം അള്ളാഹു നശിപ്പിക്കുകയും പുതിയൊരു പ്രക്രിയയായി രൂപപ്പെടുകയും ചെയ്യുന്നൊരു സമയം വരേക്കും, ഖിയാമത്ത് നടക്കുന്നത് വരേക്കും മനുഷ്യർ ഭൂമിക്കുള്ളിൽ വിശ്രമിക്കുകയാണ്. അദാബാണെങ്കിൽ അദാബ്, നഈമാണെങ്കിൽ നഈം, രണ്ടാലൊന്ന് ഖബറിൽ നടക്കുകയാണ്. ആ ഒരു കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിനീങ്ങൾക്ക് അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലെ സമയം പോലെ വളരെ ചെറുതായിരിക്കും. അള്ളാഹു നമുക്കത് എളുപ്പമാക്കി തരട്ടെ. ഈ ഉമ്മത്തിന്റെ ആയുസ് അങ്ങനെ കുറവാണ്. അഅ്മാറു ഉമ്മതി മിനസ് 60 ഇല 70 വഅഖല്ലുഹും മൻ യജൂസു ദാലിക്. എൻ്റെ ഉമ്മത്തികളുടെ വയസ്സ് 60നും 70നും ഇടയിലാണ്. വഅഖല്ലുഹും, അവരിൽ വളരെ കുറഞ്ഞൊരു ശതമാനം, മൻ യജൂസു ദാലിക, 70 കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതും കഴിഞ്ഞ് 100 അങ്ങനെയൊക്കെ സെഞ്ചുറി കിട്ടുന്നവരുണ്ട്. അതൊക്കെ വളരെ അപൂർവങ്ങളാണ്. പക്ഷേ ഈ ഉമ്മത്തെ ആയുസ് കൊണ്ട് കുറവാണ് നമ്മൾ. പക്ഷെ അതുകൊണ്ട് നമുക്ക് വല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കുറഞ്ഞത് കൊണ്ട് നമുക്ക് ഒരു ഇബാദത്തിൽ, അള്ളാഹുവിൻ്റെ അദിലിൽ, പടച്ചതമ്പുരാന്റെ നീതിയിൽ ഒരു നഷ്ടവും നമുക്ക് സംഭവിച്ചിട്ടില്ല. 1000 കൊല്ലം കൊണ്ട് അവർ ചെയ്തു തീർത്തത് 20, 30, 40 കൊല്ലം കൊണ്ട് ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. നോക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കുറഞ്ഞ ആയുസ് നമുക്ക് നൽകിയതിൻ്റെ ഒരു യുക്തിയുണ്ട്. ഒന്നുമല്ല, ഒരുപാട് കാലം നിയമങ്ങളനുസരിച്ച് ജീവിക്കുക എന്ന ഒരു പ്രയാസം അള്ളാഹു നമുക്ക് ചുരുക്കി തന്നു എന്നാണ് അതിൻ്റെ ഒരു യുക്തി. അത് 500 കൊല്ലമൊക്കെ ജീവിക്കുകയാണെങ്കിൽ 500 കൊല്ലം നിസ്കാരം, 500 കൊല്ലത്തെ നോമ്പും, 500 കൊല്ലത്തെ സക്കാത്തും ഹജ്ജൊക്കെ വേണ്ടേ? ഇത് 60, 70 കഴിഞ്ഞാൽ പൂട്ടിയിട്ട്, കിതാബ് പൂട്ടിയിട്ട് അല്ലാഹ് പോവുകയാണ്. കുറച്ച് കാലമേ നമ്മൾ ഈ നിയമമനുസരിച്ചുള്ള ജീവിതമുള്ളൂ. അങ്ങനെയല്ല. ഇത് ദാറുൽ അമലാണ്. ഇത് അമലിൻ്റെ ലോകമാണ്. നാളത്തേത് ദാറുൽ ജസാ ആണ്, പ്രതിഫലത്തിൻ്റെ ലോകമാണ്. അതുകൊണ്ട് തന്നെ തക്ലീഫ്, ഒരാളോട് ഇത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് പറയുന്നത് ഭാരമാണ്. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാരോട് പറയാം, കള്ളുപിടിക്കരുത്, മയക്കുമരുന്നിൻ്റെ പരിപാടിയൊന്നും ചെയ്യരുത്, തോന്നിവാസങ്ങൾ ഉണ്ടാകരുത്, പെണ്ണുങ്ങളെ ബുദ്ധിമുട്ടാക്കരുത്, അങ്ങോട്ട് എല്ലാ നിയമങ്ങളും പറയുമ്പോഴേ ആ പറയുന്നവരെ ആളുകൾക്ക് ഇഷ്ടമല്ല. നിയമം നമുക്ക് ഭാരമാണ്. അതുകൊണ്ടാണ് അള്ളാഹു അവൻ്റെ കലാമിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അള്ളാഹുവിൻ്റെ കലാം ആരംഭിക്കുന്നത് ബിസ്മില്ല കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനായ അള്ളാഹു, റഹീമായ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ആരംഭിക്കുന്നത്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. നിയമം അള്ളാഹു പറയുന്നതിൻ്റെ മുമ്പ്, അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനം ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് എൻ്റെ രക്ഷിതാവ് അള്ളാഹു കാരുണ്യവാൻ, ആ കാരുണ്യവാൻ തരുന്ന നിയമമാണത്. അതുകൊണ്ട് വിഷമിക്കേണ്ട, കാരുണ്യവാനാണ് നിങ്ങളോട് നിയമം പറയുന്നത്, നിങ്ങളെ വിഷമിപ്പിക്കാനല്ല എന്ന് നമ്മളെ സൂചിപ്പിക്കാനാണ്, പഠിപ്പിക്കാനാണ് അത്രേ അള്ളാഹുവിൻ്റെ കലാമിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുകളുടെ ആദ്യങ്ങളിൽ വരുന്നത്. പിന്നെ നമ്മുടെ ചെറിയ ഒരു സഹായം, ചെറുതെന്ന് ഞാൻ പറയല്ല, വലിയ സഹായം തന്നെ ആവണം ഇൻഷാ അല്ലാ. അപ്പോൾ റഹീം, നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് കാര്യമായിട്ട് സഹായിക്കണം. നമ്മുടെ ഈ പരിപാടിയുടെ ചെലവ് എന്ത് ചെയ്യുക, ഒരു ഭാരമായിട്ട് മാറരുത്. പറ്റുന്നവരൊക്കെ 500-1000 കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ആവട്ടെ. ഉമ്മമാരൊക്കെ നിങ്ങൾക്ക് പൊരുത്തുള്ള സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കണം. നമ്മുടെ പള്ളിയുടെ ആ വികസനത്തിലേക്ക് ആണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ നീക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ജയിപ്പിക്കട്ടെ. വലിയൊരു അഥറുള്ളൊരു പള്ളിയാണ് ഇവിടുത്തെ ബദർ മസ്ജിദ് എന്നറിയാൻ കഴിഞ്ഞു. മാഷാ അല്ലാഹ്, അത് ബദരീങ്ങളുടെ പേരിലുള്ള ആ പേര്, ഒരു ഇസ്മ വെച്ചാൽ ആ ഇസ്മിന്, ആ മുസമ്മയ്ക്ക് ആ ഇസ്മിൻ്റെ ഒരു അഥറുണ്ടാകുന്നതാണ്. സുബ്ഹാന ജല്ല ജലാലു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിന് അള്ളാഹു കാവൽ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ വിവരിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വസനതുഹു ഫഇദാ ഫാറഖ അദ്ദുന്യാ ഫാറഖ അസ്സിജ്ന വസ്സന. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ, ഈ ലോകം സത്യവിശ്വാസിയുടെ ജയിലാണ്. നമ്മൾ കേൾക്കുന്നൊരു ഹദീസാണ്. ജയിൽ എന്ന് പറയുമ്പോൾ ഒരു ഇടങ്ങേറാണ്, ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമാണ് തോന്നുക. പക്ഷെ ജയിലിൽ ഭക്ഷണം കഴിക്കാൻ ഒരു ടൈം ടേബിൾ ഉണ്ട്, ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട്, ഉറങ്ങാൻ സമയമുണ്ട്. കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ച് ജയിലിൽ നിൽക്കാൻ പറ്റുള്ളൂ. ടൈം കഴിഞ്ഞ് എന്നാൽ പിന്നെ ഒന്നും ഭക്ഷണം കിട്ടൂല. അപ്പോൾ കൃത്യമായ നിയമങ്ങളുണ്ട് ജയിലിൽ.
മുസ്ലിമിന് ഈ ലോകത്ത് അങ്ങനെയാണ്. നിസ്കാരം ആ കൃത്യസമയത്ത് ചെയ്യണം. ഇബാദത്തിന് കൃത്യമായ ടൈമിംഗ് ഉണ്ട്. ഒരു മനസ്സിൻ്റെ ബുദ്ധിമുട്ട് മാത്രമല്ല, ഒരു ജയിലിൽ മനുഷ്യൻ അനുഭവിക്കുന്ന മാനസികമായ പിരിമുറുക്കം മാത്രമല്ല, കൃത്യമായ കർമ്മങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഈ ലോകത്ത്. അതോടൊപ്പം ഇതൊരു ജയില് പോലെയാണ്. വസനത്തു, ജയിലിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ദുനിയാവ് മുഅ്മിനിന് അങ്ങനെയാണ്. ഫഇദാ ഫാറഖദ് ദുനിയാ ഫാറഖസ് സിജ്ന വസ്സന, ഈ ദുനിയാവിൽ നിന്ന് യാത്രയാവുകയാണെങ്കിൽ ജയിലിനോട് യാത്ര പറഞ്ഞു, പ്രയാസങ്ങളോട് യാത്ര പറഞ്ഞു. മുഅ്മിനായ മനുഷ്യന് ആശ്വാസത്തിലേക്കാണ് യാത്രയാകുന്നത്. അതുകൊണ്ടാണ് തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം, തുഹ്ഫത്തുൽ മുഅ്മിൻ, സത്യവിശ്വാസിയായ ഒരാൾക്ക് നൽകപ്പെടുന്ന സമ്മാനമാണ്, തുഹ്ഫയാണ്, സമ്മാനമാണ്. ഏത്? അൽ മൗത്ത്, മുഅ്മിനായ മനുഷ്യനുണ്ടാകുന്ന മരണം അവനൊരു സമ്മാനമാണ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു രോഗി, അള്ളാഹു നിനക്ക് എന്നൊന്ന് കൊണ്ടുപോയിക്കൂടെ എന്ന് ചിന്തിച്ചു പോകുന്ന സമയമുണ്ടാകും. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ രോഗികൾക്ക് നമുക്കൊക്കെ അള്ളാഹു സലാമത്ത് നൽകട്ടെ. പ്രയാസപ്പെട്ടു പോകുന്ന അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ നൽകട്ടെ. തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത്, മുഅ്മിനായ മനുഷ്യൻ്റെ അള്ളാഹു നൽകുന്ന സമ്മാനമാണ് മരണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹു നൽകുന്ന ആദരവ്. കുറഞ്ഞ സമയം ഈ ലോകത്ത് കുറഞ്ഞ സമയം ജീവിച്ചതിന് ശേഷം അള്ളാഹുലേക്ക് യാത്രയാകുന്നത്, ഈ ദുന്യാവിനോട് യാത്ര പിരിയുന്ന മരണം പോലും അള്ളാഹു നൽകുന്ന ഒരു തുഹ്ഫയാണത്രേ, സമ്മാനമാണ്. മുഅ്മിനത് സമ്മാനമാണ്. അതുകൊണ്ടാണ് ഒരു ഹാർട്ട് അറ്റാക്ക്, പെട്ടെന്നൊരാൾ മരിച്ചു പോവുകയാണ്. ഹാർട്ട് അറ്റാക്ക് മുഅ്മിനായ മനുഷ്യന് പ്രശ്നമല്ല, തൗബ ചെയ്ത് നടക്കുന്ന ഒരാൾക്കത് പ്രശ്നമല്ല. ഫുജഅത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണം മുഅ്മിനായ മനുഷ്യന് ഒരു ഭാരവുമല്ല, അത് തുഹ്ഫയാണ്, സമ്മാനമാണ്. പക്ഷെ തൗബ ചെയ്യാതെ തിന്മ ചെയ്ത് നടക്കുന്ന ഒരാൾക്ക് അത് വലിയ പ്രയാസമാണ്, അദാബാണ്. അള്ളാഹു അദാബിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് മഹാനായ സുഫിയാനു സൗരി റഹ്മഹുല്ലാ പറഞ്ഞത്, അൽ റാഹത്തുൽ ആബിദീൻ, മരണം എന്നത് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ റാഹത്താണ്, അവർക്ക് ആശ്വാസമാണ് എന്ന് മഹാനായ അല്ലാമ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. കാലങ്ങളിൽ അവസാനം വന്നവർ, ആയുസ് കുറഞ്ഞവർ, മരണം അല്ലാഹു തആല സമ്മാനമായി നൽകി. എന്തിന്? കുറേ കാലത്തേക്ക് നിയമമനുസരിച്ചുള്ള ജീവിതം നിങ്ങൾക്ക് പ്രയാസമാവണ്ട, കുറഞ്ഞ സമയം, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് യാത്രയാവാം. ഇങ്ങനെയൊക്കെ നോക്കിയാൽ കാലങ്ങളിൽ അവസാനം വന്നതും ആയുസ് കുറഞ്ഞതും ഒരു നന്മയാണെന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. നമ്മൾ വിചാരിക്കും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം കേൾക്കുമ്പോൾ 950 കൊല്ലം അള്ളാഹുലേക്ക് ദഅവത്ത് നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത കാലം 950, ആയുസ്സല്ല. നുബുവത്ത് കിട്ടുന്നത് 400-ാം വയസ്സിലാണ്. അത് കഴിഞ്ഞ് കപ്പൽ നങ്കൂരമിട്ട് ആ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായതിന് ശേഷം ഫസ്തവത അലൽ ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടതിന് ശേഷം വീണ്ടും ഒരു 300 വർഷം മഹാനായ പ്രവാചകൻ ജീവിച്ചു എന്നാണ്. അങ്ങനെയാകുമ്പോൾ ഏകദേശം 1500 വയസ്സ് പ്രായമുണ്ടായിരുന്ന നൂഹ് നബി അലൈഹിസ്സലാം. അപ്പം നമ്മൾ പഠിച്ചവനെ നമുക്കിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ, എന്താ ഇപ്പം ചെയ്യുക? പ്രയാസപ്പെടേണ്ടതില്ല. അള്ളാഹു അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കഴിഞ്ഞു കിടക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു നൽകി കഴിഞ്ഞു. സ്വലാത്തുൻ ഫിൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നമുക്ക് നിസ്കരിക്കാൻ അവസരം ലഭിക്കുന്നത്. മസ്ജിദുൽ ഹറാമിലെ നമ്മുടെ നിസ്കാരങ്ങൾ, ഇപ്പോൾ ഉംറക്ക് പോയൊരു 10 ദിവസം 15 ദിവസം 2 ഹറമുകൾ ചെലവഴിച്ചാൽ അവിടെ ചെയ്യുന്ന ഇബാദത്തിൻ്റെ കൂലി മസ്ജിദുൽ ഹറാമിൽ ഒരു നിസ്കാരത്തിന് 1,00,000, മസ്ജിദുൽ നബവിയിൽ 1000, മസ്ജിദുൽ നബവിയിൽ 1000, മസ്ജിദുൽ അഖ്സയിൽ 100 അല്ലെങ്കിൽ 500 റിവായത്തുകളുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഒരു മാസം ഒരാൾ ഈ ഹറമുകളിൽ ചെലവഴിച്ച് കിട്ടുന്ന ഇബാദത്ത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ആയുസ്സിനോളം, അവർ ചെയ്ത ഇബാദത്തിനോളം, ആ കാലക്കാരുടെ ആയുസ്സിനോളം സമാനമായ ഇബാദത്ത് ഒരു മാസം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. സുബ്ഹാന ജല്ല ജലാലു. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ലൈലത്തുൻ വാഹിദ, ഒരൊറ്റ രാവ്, ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാളും പുണ്യമായ ഒരു രാവ്, 83.4 അടുത്ത വെള്ളിയാഴ്ച വരെ. വൽ ഉംറതു ഇലൽ ഉംറ, ഒരു ഉംറ കഴിഞ്ഞ് അടുത്ത ഉംറ ചെയ്യുന്നത് വരെ. മുകഫിറാത്തുൽ ലിമാ ബൈനഹുൻ, അവക്കിടയിലുള്ളത് മുഴുവനും പാപമോചനം, പാപങ്ങളെ പൊറുപ്പിച്ചു കളയും. മജ്തുനിബത്തിൽ കബായിർ,
വൻപാപങ്ങൾ ചെയ്യാതിരുന്നാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വൻപാപങ്ങൾ ചെയ്യാതിരുന്നാൽ പിന്നെ ഓരോ നന്മകൾക്കും അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ്? 1-ന് 10, മിനിമം 10 ഒരു തെറ്റിന് 1 തെറ്റായിട്ടാണ് അള്ളാഹു രേഖപ്പെടുത്തുന്നത്. ഒരു തിന്മ ചെയ്താൽ 6 മണിക്കൂർ ഇത് എഴുതി വെക്കരുത് എന്ന് മലക്കുകൾക്ക് ഓർഡറുണ്ട്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, 6 മണിക്കൂർ വരെ ആ തെറ്റ് എഴുതാൻ പാടില്ല, മലക്കുകൾ എഴുതൂല. എന്തേ? 6 മണിക്കൂറിനുള്ളിൽ ഇവൻ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാലോ. 6 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവൻ തൗബ ചെയ്തിട്ടില്ല, പിന്നെ ആ തെറ്റിനെ 1 തെറ്റായിട്ടാണ് എഴുതപ്പെടുന്നത്. ഒരു തെറ്റ് 1-ന് 10 അല്ല, ഒരു നന്മയ്ക്ക് 10. അത് 700 770,000 അള്ളാഹു വർദ്ധിപ്പിച്ചു തരുന്നില്ലേ? ഒരു തെറ്റിനെ 1 അള്ളാഹു കണക്കാക്കുന്നത്. ആ 1 പോലും തൗബ ചെയ്താൽ അള്ളാഹു മാപ്പ് തരും. ഹസനാത്ത്, ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്, നിങ്ങളുടെ തിന്മകളെല്ലാം നന്മകൾ മായ്ച്ചു കളയും. അള്ളാഹു മായ്ച്ചു കളയാ. തൗബ ചെയ്ത ആളുകളുടെ അവരുടെ ലിസ്റ്റിൽ നിന്ന് പാപങ്ങളുടെ കറകൾ അള്ളാഹു മായ്ച്ചു കളയാൻ, അവിടെ അടയാളം പോലും ബാക്കിയുണ്ടാവില്ല. ഇതൊക്കെ അള്ളാഹു ചെയ്ത നിഅമത്തല്ലേ മുഅ്മിനെ? ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തണ്ടേ? ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണം. പാപങ്ങൾ അല്ലാഹു പുറത്തു കളയുന്നുണ്ട്. ഇപ്പൊ വേദനയുള്ള അസുഖങ്ങളൊക്കെ അനുഭവിക്കുന്നവരെ, ചെയ്തു പോയ തെറ്റുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്യാൻ. അങ്ങനെ യംഷി അലൽ അർദ് വമാ അലൈഹി ഖത്വിഅ, ചില ആളുകളെ അല്ലാഹു ഭൂമിയിലൂടെ നടത്തും. പരീക്ഷണങ്ങളിൽ ജീവിച്ച ആളുകൾ, കടവും പ്രയാസവും രോഗവും, അവരുടെ ശരീരത്തിൽ ഒരു തെറ്റുപോലും ബാക്കിയുണ്ടാവില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ കാലങ്ങളിൽ അവസാനം വന്ന നന്മകൾ നിറയെ അള്ളാഹു കൈകളിൽ തന്ന ഒരു ഉമ്മത്താണ്. അത് നമ്മൾ മറന്നു പോകരുത്. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം കാലങ്ങളിൽ പിറകെ വന്നതുകൊണ്ട് നമുക്കുണ്ട്. നമ്മൾ ഹബീബിനെ കണ്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഒരു വിഷമം കാണും. സ്വഹാബിമാരെ, താബിഈങ്ങൾ കാണുമ്പോൾ പറയും, നിങ്ങളുടെ ഒരു സൗഭാഗ്യമേ. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, യാ അബൂദർദാ തൂബാ ലിഐനൈനി റഅതാ റസൂലല്ലാഹ്, നിങ്ങളുടെ ആ 2 കണ്ണുകളുടെ ഒരു ഭാഗ്യമേ, നിങ്ങളുടെ ആ 2 കണ്ണുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ട കണ്ണുകളാണല്ലോ. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോഴേ അവർ അബൂദർദാ റളിയല്ലാഹു അൻഹു ഷാമിലെ ഖാദിയും അവിടുത്തെ ജഡ്ജും അമീറും ഒക്കെ ആയിരുന്നു. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ഷാമിലാണ് അവസാന കാലം കഴിച്ചുകൂട്ടിയത്. സ്വഹാബിമാരെ കാണുമ്പോഴേ താബിഈങ്ങൾ കൊതി പറയും. നബി തങ്ങൾ പറയും, തൂബാ ലിമൻ ആമന ബി വറആനി, എന്നെ കാണുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്തവർക്ക് മർറത്തൻ വാഹിദ, ഒരു നന്മ, ഒരു സൗഭാഗ്യം. തൂബാ ലിമൻ ആമന ബി വലം യറനി, എന്നെ കാണാതെ എന്നെ വിശ്വസിച്ചവർക്ക് 7 മറാത്ത്, 7 സൗഭാഗ്യങ്ങളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഹബീബിനെ കണ്ടില്ലല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വപ്നത്തിലെങ്കിലും കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നമാ ബഖാഉകും ഫീ മൻ സലഫ ഖബ്ലകും മിനൽ ഉമം, നിങ്ങളും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കമാ ബൈന സ്വലാത്തിൽ അസ്രി ഇലാ ഗുറൂബി ശംസി, അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം പോലെ. അതാ അഹ്ലു തൗറാത്ത്, തൗറാത്തിന്റെ അഹ്ലുകാർ വന്നു, മൂസ നബിയുടെ ആളുകൾ. ഫഅമിലു ബിഹാ, അവർ തൗറാത്ത് അനുസരിച്ച് പ്രവർത്തിച്ചു. ഹത്തൻ തസഫൻ നഹാറു അജസു, ളുഹറിന്റെ സമയമായപ്പോൾ അവർക്ക് കഴിയാതെയായി. ഓരോരുത്തർക്കും ഒരു ഖീറാത്ത് അല്ലാഹു പ്രതിഫലം നൽകി. ഖീറാത്ത് എന്നതൊരു മല പോലെയാണെന്നാണ്, മിസ്ലു ഉഹദ് തങ്ങൾ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ثم അതാഹുൽ ഇൻജീൽ, അത് കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ വന്നു. അഹ്ലുൽ ഇൻജീൽ, ഇൻജീലിന്റെ ആളുകൾ, ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുകയല്ല, ഇൻജീലിന്റെ ആളുകൾ, മഹാനായ ഈസ നബിയുടെ അനുയായികൾ. ഫഅമിലു ഇലാ സ്വലാത്തിൽ അസ്രി, അസ്ർ നിസ്കാരം വരെ അവർ കർമ്മങ്ങൾ ചെയ്തു. ثم عجزوا, അവർക്ക് പിന്നെ കഴിയാതെയായി. فأعطوا قيراتا قيراتا, അവർ ഓരോരുത്തർക്കും ഓരോ ഖീറാത്ത് പ്രതിഫലം അല്ലാഹു കൊടുക്കുകയും ചെയ്തു. ثم أوتينا القرآن, പിന്നീട് അല്ലാഹു നമുക്ക് ഖുർആൻ നൽകി. فعملنا إلى غروب الشمس, സൂര്യൻ അസ്തമിക്കുന്നത് വരെ നമ്മളാണ് പ്രവർത്തിച്ചത്. فأعطينا قيراطين قيراطين, നമുക്ക് അല്ലാഹു 2 ഖീറാത്ത് അതിന്റെ പ്രതിഫലം നൽകുകയുണ്ടായി. സമയം കുറവാണ്, പക്ഷേ അല്ലാഹു പ്രതിഫലം കൂടുതൽ. അങ്ങനെ വന്നപ്പോൾ അഹ്ലുൽ കിതാബ്, വേദം നൽകപ്പെട്ടവർ അല്ലാഹുവിനോട് പറഞ്ഞു, ഐ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, പരലോകത്തവർ പറയുന്നതാണ്,
أعطيت هؤلاء قيراطين قيراطين وأعطيتنا قيراطا قيراطا. ഖീറാത്ത് ഒരു അളവാണ്, വലിയ പ്രതിഫലമെന്ന് അള്ളാഹു സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഖീറാത്ത്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഒരു ഖീറാത്തും വളരെ കുറഞ്ഞ സമയം ജോലി ചെയ്ത മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്തികൾക്ക് അള്ളാഹുവേ നീ 2 ഖീറാത്തും പ്രതിഫലം കൊടുത്തു. വനഹ്നു അക്സറു അമല, ഞങ്ങൾ രാവിലെ മുതൽ ഉച്ചവരെ പണിയെടുത്തവരാണ്. ഉച്ചയുടെ നട്ടുച്ച മുതൽ അസ്ർ വരെ പണിയെടുത്ത ജൂത ക്രിസ്ത്യാനികൾ ഇവരെല്ലാവർക്കും 1. അള്ളാഹുവേ, ഞങ്ങൾക്ക് 1, മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്തികൾക്ക് 2. ഇതെന്തേ വ്യത്യാസം? അള്ളാഹുവിന്റെ മറുപടി വരുന്നു, ഹൽ ളലംതുകും മിൻ അജ്രികും മിൻ ഷൈ, ഞാൻ നിങ്ങൾക്ക് നൽകേണ്ട വേതനം നിങ്ങൾക്ക് കുറച്ചു തന്നതാണോ? നിങ്ങളോട് ഞാൻ അതിക്രമം ചെയ്തിട്ടുണ്ടോ, അനീതി ചെയ്തിട്ടുണ്ടോ? ഖാലൂ ലാ, ഇല്ല റബ്ബേ, ഞങ്ങളൊരു ഖീറാത്ത് പോലും അർഹിക്കുന്നവരല്ല, എന്നാലും നീ ഞങ്ങൾക്കത് തന്നുവല്ലോ. എന്നാൽ ഞാൻ മുഹമ്മദ് നബിയുടെ ഉമ്മത്തികൾക്ക് 2 ഖീറാത്ത് കൊടുത്തത് നിങ്ങൾ അസൂയപ്പെടേണ്ടതുണ്ടോ? ഹുവ ഫളുലി ഊതീഹി മൻ അശാ, അതെൻ്റെ ഔദാര്യമാണ്, അത് ഞാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കുന്നു എന്ന് അള്ളാഹു മറുപടി പറയുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ബുഖാരി, മുസ്ലിം എന്നിവരും അവരുടെ സ്വഹീഹൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ രീതിയിൽ 2 ഖീറാത്ത് പ്രതിഫലം നൽകപ്പെടുന്ന ഉമ്മത്തികളാണ് നമ്മൾ. അള്ളാഹു നമ്മുടെ ഖൽബിലേക്കാണ് നോക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര ചെറുതോ വലുതോ വ്യത്യാസമല്ല, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മനസ്സിലെ നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ വലിയ പ്രതിഫലം തന്ന അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. നോക്കണം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉമ്മത്തികളായ നമ്മളെ അള്ളാഹു നാണം കെടുത്തിയില്ലല്ലോ. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ ചരിത്രങ്ങൾ അള്ളാഹു പറഞ്ഞു തന്നു. അവർ ചെയ്ത ദുൽമുകൾ, പ്രവാചകന്മാരോട് അവർ പറഞ്ഞ അപമാനപ്പെടുത്തുന്ന ബഹുമാനമില്ലാത്ത പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചു. നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ നമുക്ക് ശേഷം വരുന്ന ഒരു സമുദായത്തിനും അള്ളാഹു അത് പറഞ്ഞു കൊടുക്കുന്നില്ല. നോക്കണം, ഇത് അള്ളാഹുവിൻ്റെ ഒരു കരുണയാണ്. നമ്മൾ അവസാനം വന്നതിൽ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തി. മഹാനായ നൂഹ് നബിയോട് എങ്ങനെ അവർ പ്രതികരിച്ചു, മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് ഫറോവയും അനുയായികളും എങ്ങനെ പ്രവർത്തിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിൽ എറിഞ്ഞിട്ടുണ്ട്, എന്തിനവരതൊക്കെ ചെയ്തു. മഹാനായ സ്വാലിഹ് നബിയുടെ അത്ഭുതകരമായ ഒട്ടകം അവർ അറുത്തു കളഞ്ഞിട്ടുണ്ട്, എന്തിനവരതൊക്കെ ചെയ്തു. അള്ളാഹു ശുദ്ധ ഖുർആനിൽ മുൻ സമുദായങ്ങളുടെ ചെയ്തികളെല്ലാം പറഞ്ഞു തന്ന് നമ്മുടെ ഹബീബായ നബി തങ്ങളുടെ ബിബറകത്തി ഹാദൻ നബി, മഹാനായ നബി തങ്ങളുടെ ബറക്കത്തിൻ്റെ പേരിൽ അള്ളാഹു തആല നമുക്ക് സുരക്ഷിതത്വവും അഭിമാനവും നൽകാനാണ് കാലങ്ങളിൽ പിറകെ കൊണ്ടുവന്ന് നമ്മൾ വെച്ചതത്രേ. ഹബീബായ നബി തങ്ങൾ പറയുന്ന ഹദീസ് നോക്കൂ, ഇന്നല്ലാഹ തആല അജാറ ഉമ്മതഹു മിൻ സലാസ്, അള്ളാഹു ഈ സമുദായത്തെ 3 വിഷയങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം നൽകിയിട്ടുണ്ട്. ലാ യഉമ്മുഹും ബിസന, ഈ സമുദായത്തിന് മൊത്തമായി ഒരു അദാബ്, ഒരു ക്ഷാമം, ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ അള്ളാഹു വരുത്തുകയില്ലത്രേ. വലാ യസ്തഅ്സിലുഹും അദുവ്വൻ, ഒരു ശത്രുവിനും നമ്മെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. ഇതൊരു ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ആരെന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നാലും ഈ ഉമ്മത്തിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. നോക്കണം, ഫലസ്തീനെന്ന് ഇല്ലായ്മ ചെയ്യാൻ നോക്കിയിട്ടാണ് ജൂതന്മാർ ഫലസ്തീനികളോട് നാട് കടത്തിയത്. എന്താ ചെയ്തത്? ഇവരൊക്കെ പോയി കാനഡയിലെത്തി, കുറേ ആളുകൾ അമേരിക്കയിലെത്തി, കുറേ ആളുകൾ UK-യിലെത്തി, സ്വിറ്റ്സർലൻഡിൽ, ഹോളണ്ടിലെത്തി, ജർമ്മനിയിലെത്തി. അവിടെയൊക്കെ ദീനങ്ങൾ പ്രചരിച്ചു. നോക്കണം, അവിടുന്ന് പോയവരാണ് അവിടേക്ക് ദീന് കൊണ്ടുപോയത്. ആരാ അവിടെ ആട്ടിപ്പുറത്താക്കിയത്? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. അവരെ പുറത്താക്കിയത് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനാണ്. പക്ഷെ അത് പടിഞ്ഞാറിൽ വളരുകയാണ് ഉണ്ടായത്. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത അതാണ്. ലാ യസ്തഅ്സിലുഹും അദുവ്വ്, ഒരു ശത്രുവിനും ഈ ഉമ്മത്തിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. അതൊക്കെ വ്യാമോഹങ്ങളാണ്. വ്യാമോഹങ്ങൾ എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നാലും 10 മടങ്ങ് ഈ ഉമ്മത്തിന് അള്ളാഹു സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഒരിടത്ത് അസ്തമിക്കുമ്പോൾ മറ്റൊരിടത്ത് ഉദിക്കുന്നതാണ് ഇസ്ലാം. ഇഖ്ബാലൊക്കെ നല്ല നല്ല കവിതകൾ പാടിയിട്ടുണ്ട്. ജഹാമേ അഹ്ലെ ईमान सूरते खुर्शीद जीते हैं, जहां में अहले ईमान सूरते खुर्शीद जीते हैं, इधर डूबे उधर निकले, उधर डूबे इधर निकले. जहां में अहले ईमान, ലോകത്ത് മുസ്ലിമീങ്ങൾ സൂറത്തെ ഖുർഷീദ്, ഖുർഷീദ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യനെ പോലെയാണ്. ജീത്തെ ഹേ, ജീവിക്കുന്നത്. എങ്ങനെ? ഇധർ ഡൂബേ ഉധർ നിക്കലെ, ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും. ഇപ്പം നമുക്കിവിടെ അസ്തമയമാണ്, അമേരിക്കക്കാർക്ക് ഉദിക്കാൻ പോവാണ്, സൂര്യ ഉദിക്കാൻ പോവാണ്.
അവിടെ അസ്തമിക്കുമ്പോൾ ഇവിടെ ഉദിക്കും എന്നല്ലാതെ എന്നും അസ്തമിച്ചു തള്ളാൻ ഈ ഉമ്മത്തിനെ കഴിയില്ല എന്ന് ഇഖ്ബാൽ പറയുന്നതൊക്കെ ഈ ഹദീസിന്റെ ആശയങ്ങളാണ്. അള്ളാഹു ഈ ഉമ്മത്തിന് മൂന്ന് പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകിയിട്ടുണ്ട്. ലാ യഉമ്മുഹും ബിസനത്തിൻ, അള്ളാഹു തആല ഒരിക്കലും കടുത്ത വരൾച്ച നൽകിയോ ഭക്ഷണക്ഷാമമുണ്ടാക്കിയോ ഈ ഉമ്മത്തിനെ മൊത്തമായി പരീക്ഷിക്കുകയില്ല. വലാ യസ്തഅ്സിലുഹും അദുവ്വുൻ, ഒരു ശത്രുവിനും അവരെ പിഴുതെറിയാൻ കഴിയുകയും ഇല്ല. വലാ യജ്മഉഹും അലാ ളലാല, ഈ ഉമ്മത്ത് മൊത്തമായി ചെയ്യുന്ന നന്മ അത് നന്മയാണ്. ഈ ഉമ്മത്ത് മൊത്തമായി വഴിപിഴച്ചു പോവുകയും ഇല്ല. ഈ ഉമ്മത്ത് ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും ബിദ്അത്ത്, എല്ലാം തെറ്റ്, അങ്ങനെ ഉണ്ടാവില്ല എന്ന്. ഈ ഉമ്മത്ത് നന്മയായി കാണുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ നന്മയാണ്. ലാ തജ്തമിഉ ഉമ്മത്തി അലാ ളലാല, ഈ ഉമ്മത്ത് ഒരിക്കലും ളലാലത്തിലായി പോകില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. എല്ലാ കാലഘട്ടങ്ങളിലും അള്ളാഹു ഈ ഉമ്മത്തിൽ ഖൈർ വെച്ചിട്ടുണ്ട്. മുജദ്ദിദീങ്ങൾ, ആലിമീങ്ങൾ, മഹാന്മാർ, സാദാത്യങ്ങൾ, സയ്യിദന്മാർ കാലാകാലങ്ങളിൽ നമ്മളോടൊപ്പമുണ്ട്. ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ കാണുന്നിടത്ത് മഹാന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം. പക്ഷേ നന്മയില്ലാതെ പോകുന്നില്ല. അതുകൊണ്ട് കാലങ്ങളിൽ മുമ്പ് വന്നവർ സ്വഹാബിമാർ, സ്വഹാബിമാരോടും താബിഈങ്ങളോടും താബിഈകളോടും അവരുടെ ഫളുലിൽ, അവരുടെ ശ്രേഷ്ഠതയിൽ മത്സരിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. ദാലിക ഫളുലുല്ലാഹി യുതീഹി മൻ യശാ, അത് അല്ലാഹു നൽകുന്ന ഔദാര്യമാണ്. ഒരാൾക്കും ഒരു സ്വഹാബിയോളം എത്താൻ കഴിയില്ല. ഒരു താബിഈക്കും ഒരു സ്വഹാബിന്റെ മർത്തബയിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷേ അവർക്ക് കിട്ടുന്ന പ്രതിഫലം പോലെയുള്ള പ്രതിഫലം കാലങ്ങളിൽ പിറകെ വന്നതിൻ്റെ പേരിൽ നമുക്ക് നഷ്ടമാകുന്നുമില്ല. അതാണ് അത്ഭുതം. അള്ളാഹു ഇഖ്ലാസ് കൊണ്ടും നമ്മുടെ അമല് കൊണ്ടുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സമയം കൊണ്ടും നമ്മുടെ എവിടെ ജനിച്ചു, ഏത് കാലത്ത് ജനിച്ചു എന്ന് നോക്കിയിട്ടല്ല. അതുകൊണ്ട് അള്ളാഹു നമ്മളോട് ഒരു അനീതിയും ചെയ്തില്ല. നമ്മൾ ഖൈറായ ഉമ്മത്തികളാണ്. ആ ഖൈറ് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വന്നവരാണ്. അള്ളാഹു നമുക്കതിനെ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ, ഈ ലോകത്തെ അനന്തരമെടുക്കുന്നവരായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന ആയത്താണ് സൂറത്തുൽ അംബിയായിലും സൂറത്തുൽ ഫാത്തിറിലും അല്ലാഹു പറയുന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم أورثنا الكتاب الذين اصطفينا من عبادنا ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير ثم أورثنا الكتاب അള്ളാഹു ഈ വേദഗ്രന്ഥത്തെ വിശുദ്ധ ഖുർആനിനെ അള്ളാഹു ഏൽപ്പിച്ചു അനന്തരമായിട്ട്. അല്ലദീന സ്തഫൈനാ മിൻ ഇബാദിനാ, എൻ്റെ അടിമകളിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്തവരുടെ കൈകളിലേക്ക് വിശുദ്ധ ഖുർആനിനെ ഞാൻ ഏൽപ്പിച്ചു. അപ്പൊ ഖുർആനിന്റെ അഹ്ലുകാർ അള്ളാഹു തെരഞ്ഞെടുത്തവരാണ്. ആലിമീങ്ങള്, ഹാഫിളീങ്ങള്, പണ്ഡിതന്മാർ, സദാത്യങ്ങള് ഇസ്തഫൈന അള്ളാഹു തെരഞ്ഞെടുത്തവരാണെന്നാണ്. ثم أورثنا الكتاب الذين اصطفينا من عبادنا. വിശുദ്ധ ഖുർആനുമായി നടക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ അവസ്ഥയാണ് ഇനി അള്ളാഹു പറയുന്നത്. فمنهم ظالم لنفسه, അവരിൽ സ്വന്തത്തോട് ദുൽമ ചെയ്യുന്നവരുണ്ട്. നിസ്കരിക്കാത്തവരുണ്ട്, 5 നേരത്തെ നിസ്കാരം കൃത്യമായി ചെയ്യൂല, ഖളാ ആക്കും, അങ്ങനത്തെവരുണ്ട്. അനാവശ്യമായി വെറുതെ നീട്ടിക്കൊണ്ടുപോയി ഖളാ ആക്കും, അങ്ങനെയുള്ളവർ. നിസ്കാരം തീരെ ഇല്ലാത്തവരുണ്ട്. ഒറ്റക്കാര്യം നിസ്കാരം ലെവലായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ലെവലാക്കി തരുന്നതാണ്. അതുകൊണ്ട് എൻ്റെ സത്യവിശ്വാസികളോടും എന്നോടും ഉപദേശിക്കാനുള്ളത് അസ്വലാ ഫഇന്നഹു ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്വലാ. നിസ്കാരം നിലനിർത്തേണമേ. നമ്മൾ ളാലിമുൽ ലിനഫ്സിഹി എന്ന വിഭാഗത്തിൽ പെട്ടുപോകരുത്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വയറിന് കുത്തേറ്റ് കിടക്കുകയാണ്. ആ സമയം സുബഹി നിസ്കാരത്തിലാണ് കുത്തുകൊള്ളുന്നത്. മഹാനവറുകളെ ഒരു ശത്രു വന്ന് കുത്തുകയാണല്ലോ ഉണ്ടായത്. മഹാൻ ഷഹീദാണ്. അള്ളാഹുവിനോട് ഷഹാദത്തിന് ചോദിച്ച മഹാനാണ്. അല്ലാഹുമ്മ റസുഖ്നി മീതതൻ ഫീ ബലദി നബിയിക വ ഷഹാദതൻ ഫീ സബീലിക്. അല്ലാഹുവേ,
നിന്റെ മാർഗത്തിൽ എനിക്ക് ഷഹീദാവണം, നിന്റെ റസൂലിന്റെ നാട്ടിൽ എനിക്ക് മരിക്കുകയും വേണം. ഫി ആഖിരി ഹജ്ജത്തിൻ ഹജ്ജഹ ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു അവസാനം ചെയ്ത ഹജ്ജിലാണ് ഉമർ എന്നവർ അങ്ങനെ ഒരു ദുആ ചെയ്തത്. മഹാന്മാർ പറയുന്നുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ജംറ എറിഞ്ഞു കഴിഞ്ഞ്, ജംറയുടെ ഏറ് ഹജ്ജ് കഴിഞ്ഞ്, ജംറയുടെ ഏറ് കഴിഞ്ഞ് ആ കല്ലിൽ ഇങ്ങനെ മലർന്നു കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഉമർ എന്നവരുടെ ശരീരം വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്, ആകെ ഉമർ തങ്ങൾ ഭയങ്കര ഹൈറ്റ് ഉണ്ടായിരുന്ന മഹാനാണ്, ഭയങ്കര ഹൈറ്റും വെയിറ്റും ഉണ്ടായി, വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്, ശരീരം ശോഷിച്ചിട്ടുണ്ട്, തലമുടിയും താടിയും എല്ലാം നരച്ച് ക്ഷീണിച്ച് അവശനായി മഹാനവറുകൾ കിടക്കുന്നൊരു കടത്തം. ഈ സംഭവം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് മഹാൻ ലോകത്തോട് വിട പറയാൻ. അപ്പോൾ അവിടെ നിന്ന് ദ്വാരക്കാൻ, അല്ലാഹുവേ ഖദ് റഖ അദുമി, അല്ലാഹുവേ എൻ്റെ എല്ലുകളൊക്കെ ദുർബലമാണ്, വശാബ റഅസി, ഞാൻ ആകെ നരബാധിച്ചു, വന്തശറത് റഅയ്യതി, മുസ്ലിമീങ്ങളൊക്കെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും വികസിച്ചു കഴിഞ്ഞല്ലോ തമ്പുരാനെ. അല്ലാഹുമ്മ ഖബ്ബിദ്നി ഇലൈക ഗൈറ മുഫർരിത്തിൻ വലാ മഫ്തൂൻ, പടച്ചവനെ ഇനി നിനക്കെന്നെ കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിച്ചു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഗൈറ മുഫർരിത്തിൻ വലാ മഫ്തൂൻ, ഒരു ഫിത്നയിൽ അകപ്പെടാതെ എനിക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥയിൽ നീ എന്നെ കൊണ്ടുപോകണം. എന്നിട്ട് മഹാനവർ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മീതതൻ ഫീ ബലദി നബിയിക വശഹാദതൻ ഫീ സബീലിക, അല്ലാഹുവേ നിന്റെ റസൂലിന്റെ നാട്ടിൽ എന്നെ മരിപ്പിക്കണം, നിന്റെ വഴിയിൽ എനിക്ക് ഷഹീദാവുകയും വേണം. അപ്പം മദീനയിൽ ഷഹീദാവുക എന്ന് പറഞ്ഞാൽ മദീനയിൽ യുദ്ധം നടക്കാൻ പാടില്ലാത്ത സ്ഥലമാണ്. അങ്ങനെ മഹാന്മാരായ സ്വഹാബിമാർ ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്? ഇതൊരു പ്രയാസമുള്ള ചോദ്യമാണല്ലോ. നിങ്ങൾ ചോദിക്കുന്നത് രണ്ടും ബുദ്ധിമുട്ടാണ്. രണ്ടാലൊന്ന് ചോദിക്കുക, ഒന്നുകിൽ റസൂലുള്ളാഹിന്റെ നാട്ടിൽ വഫാത്താകണം, അല്ലെങ്കിൽ മദീനയുടെ പുറത്ത് എവിടെയെങ്കിലും വെച്ച് ഷഹീദാകാം. കാരണം നിങ്ങൾ ഷഹാദത്ത് ചോദിച്ചു, രക്തസാക്ഷിത്വം ചോദിക്കുകയാണെങ്കിൽ അലൈക ബിസ്സുഗൂർ, നിങ്ങൾ രാജ്യത്തിന്റെ ബോർഡറുകളിലേക്ക് പോകണം. അവിടെ പോകാതെ മദീനത്ത് നിന്ന് എങ്ങനെ ഷഹീദാവാനാണ്? എന്ത് ചോദ്യമാണ് അമീർ മുഅ്മിനീൻ നിങ്ങൾ ചോദിക്കുന്നത്? അപ്പോൾ മഹാൻ പറഞ്ഞു, ഹാക്കദാ സഅൽതുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിക്കാൻ തീരുമാനിച്ചു, അള്ളാഹു എനിക്ക് ഉത്തരം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന വരവിലാണ് പരിശുദ്ധമായ മദീനത്തെ പള്ളിയിൽ വെച്ച് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വയറിന് ഒരു ശത്രു വന്ന് കുത്തുന്നത്. അത് സുബ്ഹി നിസ്കാരത്തിലാണ്. നിസ്കാരം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ചോരയൊലിച്ച് ശരീരമാസകലം മുറിവുകളായി മഹാൻ എടുത്തുകൊണ്ടുപോയി കിടത്തുകയാണ്. ബോധം തെളിഞ്ഞപ്പോൾ ചോദിച്ചു, അസ്വലാ, എൻ്റെ സുബ്ഹി നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ലല്ലോ, വുദൂ എടുത്തു തരൂ. പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ചോരയിൽ കുളിച്ച് കിടക്കണം നിങ്ങൾക്ക് ഇനി എന്ത് നിസ്കാരം? നിങ്ങളിത് എങ്ങനെ ചെയ്യും? എനിക്ക് വുദൂ എടുത്തതാ, ഞാൻ നിസ്കരിച്ചോളാം. എന്നിട്ട് മഹാൻ പറഞ്ഞ വാക്കാണ്, ഫഇന്നഹു ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ, നിസ്കരിക്കാത്ത ആണും പെണ്ണും പ്രായപൂർത്തിയായതിനു ശേഷം നിസ്കാരം ഒഴിവാക്കുന്ന ആണിനും പെണ്ണിനും ഇസ്ലാമിൽ സ്ഥാനമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കണം. ഉമർ തങ്ങൾ ആദ്യമായി ബോധം തെളിഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യം അതാ. നമ്മൾ പനി ബാധിച്ചാൽ നിസ്കാരമില്ല, കാലിനൊരു മുള്ളു കുത്തിയാൽ നിസ്കാരമില്ല, ഒരു നഖം പഴുത്താൽ പിന്നെ നിസ്കാരമില്ല. എന്താ നമ്മുടെയൊക്കെ അവസ്ഥ? ലാ ഹല്ല ലിമൻ തറക സ്വലാ. ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ആശങ്കപ്പെടുന്ന ഒരു വചനമുണ്ട്. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. فخلف من بعدهم خلف, നന്മ ചെയ്യുന്ന സജ്ജനങ്ങൾക്ക് ശേഷം പിൻഗാമികളിൽ വരുന്നു ഖൽഫുൻ, മോശപ്പെട്ട ആളുകൾ. അദാഉ സ്വലാഹ്, അവർ നിസ്കാരം ഒഴിവാക്കുന്നവരാണ്, നിസ്കരിക്കുന്നില്ല. വത്തബഉ ഷഹവാത്ത്, അവർ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടുന്നവരാണ്. എന്താണ് ശരീരം ഇഷ്ടപ്പെടുന്നത് അതിന് ഓടുക. അത് മദ്യപാനമെങ്കിൽ അത്, പെണ്ണാണെങ്കിൽ അത്, വ്യഭിചാരമെങ്കിൽ അത്, തിന്മകളാണെങ്കിൽ തിന്മകൾ, എല്ലാ തിന്മകളുടെ പിന്നാലെയും പോകണമെന്ന് മനസ്സ് പറയുമ്പോഴേക്കും എനിക്കത് പാടില്ലല്ലോ എന്നൊരു തിരുത്തി പറയാൻ കഴിയാതെ, സ്വന്തത്തോടൊന്ന് ഉണർത്താൻ കഴിയാതെ സ്വന്തം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ കൊത്തി ജീവിക്കുന്ന ഒരു തലമുറ. അതാണ് ഈ ഒളിച്ചോടുന്നതും പ്രശ്നങ്ങളൊക്കെ. അവളുടെ ഇഷ്ടം അതാണ്. അതാ പറയാ, എന്തേ നീ അങ്ങനെ ചെയ്യാൻ? എനിക്ക് അങ്ങനെ ഇഷ്ടം, എനിക്ക് അവനെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവളെ ഇഷ്ടമാണ്, എനിക്ക് പിന്നെ വേറൊന്നോടെ ചിന്തിക്കാൻ കഴിയില്ല, എനിക്കതാണ് തോന്നുന്നത്. ഇതിനാണ് ഇത്തിബാഉൽ ഹവ, മനുഷ്യന്റെ ശരീരത്തിന്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ. അത് അപകടമാണ്. അള്ളാഹുവിൻ്റെ ആഗ്രഹത്തിന് ഒത്തു വരുന്നോ എങ്കിൽ ആ ആഗ്രഹം നടപ്പാക്കാം, ഇല്ലേ അള്ളാഹുവിൻ്റെ ആഗ്രഹത്തിനല്ലേ മുൻഗണന കൊടുക്കേണ്ടത്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സി വമിൻഹും മുഖ്തസിദ്,
നിങ്ങളിൽ പാപികളുണ്ട്. വമിൻഹും മുഖ്തസിദ്, അതിൽ ഇടത്തരക്കാരായ മിഡിൽ ക്ലാസ് ഉണ്ടതിൽ. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുമതിയോടുകൂടെ നന്മയിലേക്ക് ഓടി വരുന്നവരുണ്ട്. നന്മയിലേക്ക് ഓടി വരുന്നവര്. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, ഇത് അല്ലാഹു നൽകുന്ന വലിയൊരു പ്രതിഫലമാണ്. ആരാണ്? ഫളാലിമുൻ ലിനഫ്സിഹി എന്ന് പറഞ്ഞവർ മഗ്ഫൂറുൻ ലഹ്, അല്ലാഹു പുറത്തു കൊടുക്കുന്നവരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കാൻ, ദുൽമ ചെയ്യുന്നവർ അല്ലാഹു പുറത്തു കൊടുക്കും. തിന്മ ചെയ്ത് പാപങ്ങൾ ചെയ്ത് ഇനിയൊരു രക്ഷയുണ്ടോ എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. തിരിഞ്ഞു നടക്കാൻ അല്ലാഹുവിലേക്കല്ലാതെ എങ്ങോട്ടാ നമുക്ക് ഓടാനുള്ളത്? എങ്ങോട്ടാ നമ്മൾ ഓടാനുള്ളത്? മാലി ഇലൈക വസീല മാലി സിവാ ഫഖരി ഇലൈക വസീലത്തുൻ ഫബിലിഫ്തിഖാരി ഇലൈക ഫഖരി അദ്ഫഉ മാലി സിവാ ഖർഇ ലിബാബിക ഹീലത്തുൻ ഫലഇൻ റദത്ത ഫഅയ്യ ബാബിൻ നഖറഉ. അള്ളാഹുവിൻ്റെ കവാടത്തിങ്കൽ മുട്ടുകയല്ലാതെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കുറേ കാലം നിസ്കാരമില്ലായിരുന്നു, അള്ളാഹുവിനെ പറ്റി ഓർമ്മയില്ലായിരുന്നു, കുറേ കുരുത്തക്കേട് കളിച്ച് ജീവിച്ചു. നന്നാവണമെന്ന് ആഗ്രഹം വരുമ്പോഴേക്കും കഴിഞ്ഞ കാലം ഓർക്കുന്നത് പിന്നെ പേടിയാണ്. വിഷമിക്കേണ്ടതില്ല, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരാം. ആരൊക്കെ തൗബ ചെയ്ത് മടങ്ങുന്നുണ്ടോ ഫഹുവ മഹബൂബി, അവൻ എൻ്റെ മെഹബൂബാണ്. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് വരുന്നവരെ അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയുമത്രേ, ഇദാ ഹന്നിഉ ഫുലാന, ഇന്നാലിന്ന ആളോട് നിങ്ങൾ ആശീർവദിക്കണേ, ആശീർവാദം അറിയിക്കണേ. ഫഇന്നഹു ഖദ് ഇസ്തലഹ മഅല്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ കൂടെ നന്നാവാൻ, അള്ളാഹുമായുള്ള പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്, നിങ്ങൾ അവനെ സ്വീകരിക്കണമേ. മലക്കുകൾ വിളിച്ചു പറയും. മദ്യപാനികൾക്ക്, തിന്മ ചെയ്തവർക്ക്, പാപങ്ങളിലായി ജീവിച്ചവർക്ക്, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഒന്നും ജീവിതത്തിൽ പകർത്താതെ പ്രായപൂർത്തിയായിടം മുതൽ കഴിച്ചുകൂട്ടിയ കാലങ്ങൾ നമ്മുടെ ഹിസാബിലാണ്, നമ്മുടെ കണക്കിലാണ്. അള്ളാഹുവിനോട് ഞാൻ മറുപടി പറയേണ്ടതുണ്ട്. അങ്ങനല്ലേ? ഒരു മുതലാളിയെടുത്ത് ജോലി ചെയ്യുമ്പോൾ നിയമല്ലേ? ഒരു റെസ്റ്റോറൻറ്റിൽ പണിയെടുക്കുകയാണ്, നിയമല്ലേ? ആ മുതലാളി പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റൂ? അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ കഴിയാതെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ സങ്കടപ്പെടുന്നവർക്ക് ആ ഒരു സങ്കടപ്പെടൽ അള്ളാഹു നമ്മെ നന്നാക്കിയതിൻ്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുലേക്ക് തിരിച്ചു വരിൻ. ഇദാ അതാനി യംശി, എൻ്റെ അരികത്തേക്ക് ഒരാൾ നടന്നു വന്നാൽ അത്തൈതുഹു ഹർവല, ഞാൻ അവൻ്റെ അരികെ ചെല്ലുന്നുവെന്ന് അള്ളാഹു ജല്ല ജലാലു. നമ്മൾ നിസ്കാരം തുടങ്ങിയാൽ സുന്നത്ത് നിസ്കരിക്കാൻ അവസരം, സ്വലാത്തും ദിക്റിൻ്റെയും മജ്ലിസുകളിൽ പോയിരിക്കാൻ പിന്നെ അള്ളാഹു തൗഫീഖ് നൽകുന്നു. ഇതൊരു തൗഫീഖാണ്. ഈ സമയത്ത് എന്തെല്ലാം ടർഫുകളും എന്തെല്ലാം കളികളും എന്തൊക്കെ നമ്മുടെ ചെറുപ്പക്കാർക്ക് പോകാനുണ്ട്. അങ്ങോട്ടൊന്ന് എത്താൻ നമ്മൾ എളിമിൻ്റെ മജ്ലിസിലെത്തിയില്ലേ? നമ്മുടെ ഉമ്മമാർ എന്തെല്ലാം പണിയുണ്ടാവും വീട്ടിൽ. കുട്ടികൾ സ്കൂളിട്ട് വന്ന് അവരുടെ പാത്രം വരെ ഒന്ന് മൂറി വെച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അവരിത് അതൊക്കെ ഇട്ടിച്ച് വന്നിരിക്കുകയാണ്. രാത്രിക്ക് ഭക്ഷണം ഉണ്ടാക്കണം, കുട്ടികൾക്ക് അത് ഇത് എന്തെല്ലാം ഉണ്ട്. അതൊക്കെ മാറ്റിവെച്ച് എളിമിൻ്റെ മജ്ലിസിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് അള്ളാഹു നൽകുന്നൊരു തൈസീറാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹു അത് എളുപ്പമാക്കി തരും. അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അതുകൊണ്ട് അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കാനൊരു മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളായിട്ട് അതിനെ ഒന്നുകൂടെ പരിപോഷിപ്പിച്ച് റബ്ബിലേക്കൊന്ന് ആഞ്ഞെടുക്കിൻ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വമിൻഹും മുഖ്തസിദ്, തിന്മ ചെയ്യുന്നവരും നന്മയിലേക്ക് ഓടുന്നവരുമുണ്ട്. അതിൻ്റെ ഇടയിലൊരു ഇടത്തരക്കാരുണ്ട്, മുഖ്തസിദുണ്ട്. ഫമിൻഹും മുഖ്തസിദ്, ആ മുഖ്തസിദീങ്ങളായ ആളുകൾ, അതായത് 5 നേരത്തെ നിസ്കാരം, അത് കഴിഞ്ഞ് വേറെ ഒരു നന്മയുമില്ല. സകാത്ത് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കും, പക്ഷേ സ്വതക്കയില്ല. ഫർദ് നിസ്കാരമുണ്ട്, സുന്നത്തില്ല. റമദാനിൽ നോമ്പെടുക്കുന്നുണ്ട്, പക്ഷേ സുന്നത്ത് നോമ്പെടുക്കാറില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ മിനിമം പരിപാടിയിൽ പോവാം. മിനിമം ചാർജ് കൂടുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ മുഖ്തസിദ്. യുഹാസബു ഹിസാബൻ യസീറാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഘുവായി വിചാരണയാണ് കൊടുക്കുന്നത്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, നന്മയിലേക്ക് ഓടി വരുന്നവരുണ്ട്. ഓടി വരാ. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്ന സ്വഹാബിമാർ പോലും ചിതറി ഓടിയൊരു നേരമുണ്ട്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്ന മുസ്ലിം അല്ലാതെ മഹാനവറുകൾ ഒരു സൈന്യവുമായി വന്നിട്ട് ഉഹദിൻ്റെ രണാങ്കണം പരാജയമായി മാറുമ്പോൾ സ്വഹാബിമാർ ചിതറി ഓടുമ്പോൾ ഒരു സ്വഹാബി ഉഹദിലേക്ക് ഓടിയിട്ടുണ്ട്. അതാണ് മഹാനായ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു. എല്ലാവരും ഇങ്ങോട്ടോടാണ്. സഅദ് ഇബ്നു മുആദ് എന്നവർ ഓടി വരുന്നുണ്ട്. അപ്പോഴാണ് അനസ് ഇബ്നു
ഇബ്നു നദർ എന്നവര് അനസ് ഇബ്നു മാലിക് എന്നവരുടെ ബന്ധുവാണ്, അവരുടെ എളാപ്പയാണ്. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു കണ്ടപ്പോൾ ഇലാ ഐനയാ അനസു, അനസേ എങ്ങോട്ടാണ് ഓടുന്നത്? ഞങ്ങളൊക്കെ യുദ്ധക്കളം വിട്ട് ഓടി രക്ഷപ്പെടാൻ, നിങ്ങൾ എങ്ങോട്ടാ? യുദ്ധക്കളത്തിലേക്കോ? അപ്പൊ പറഞ്ഞു ഇലൈക അന്നി യാ സഅദ്, സഅദേ നിങ്ങളൊന്ന് മാറി നിൽക്കണേ. ഫഇന്നി അജിദു റീഹൽ ജന്നതി മിൻ സൗബി ഉഹദ്, ഉഹദ് മലയുടെ ഭാഗത്ത് നിന്ന് സ്വർഗ്ഗത്തിന്റെ വാസന എനിക്ക് വരുന്നുണ്ട്, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ഓടുകയാണ്. മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു, സ്വർഗ്ഗത്തിന്റെ വാസന വരുന്നു. ഉഹദ് അത്ഭുതകരമായ മലയാണ്, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം വന്ന മലയാണ്. ഉഹദ് യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഉഹദിനെ നമുക്ക് ഇഷ്ടമാണ്, ആ മലയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാണുമ്പോൾ ഒരു പാറമലയാണ്, ഒരു മരം പോലും ഇല്ലാത്തൊരു ഉണങ്ങിയ പാറകളാണ്. പക്ഷേ അതിന് മശാഇറു, അതിന് ചില ഫീലിങ്ങുകളുള്ള മലയാണെന്നാണ്, അതിന് മുഅ്മിനീങ്ങളോട് സ്നേഹമുള്ള മലയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതിൻ്റെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ വാസനയതാ വരുന്നു. ഫഇന്നി അജിദു റീഹൽ ജന്നതി മിൻ സൗബി ഉഹദ്, ഉഹദിന്റെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ വാസന വരുന്നു, ഞാൻ അങ്ങോട്ട് ഓടുകയാണ്. ആ ഓട്ടം ഷഹാദത്തിലേക്കാണ്. മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു സാബിഖും ബിൽ ഖൈറാത്ത്, ഓടുകയാണ് നന്മയിലേക്ക്. മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മഹുല്ലാ, താബഈങ്ങളുടെ ത്തിന്റെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ ഹബീബിനെ വന്ന് കാണാൻ പറ്റിയില്ല, സ്വഹാബിയല്ല. അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ രാത്രി നേരത്തെ നിസ്കാരം സുന്നത്ത് നിസ്കരിക്കുമ്പോൾ തഹജ്ജുദിന് നിന്ന് കാല് മടുക്കുമ്പോൾ ഒരു ചാട്ടവാറെടുത്ത് കാലിൽ ഇങ്ങനെ അടിക്കുമത്രേ. എന്നിട്ട് പറയും ശരീരമേ, എൻ്റെ ശരീരമേ, നീ എന്ത് മടിയാണ് കാണിക്കുന്നത്? ഓടണം നന്മയിലേക്ക്. എന്നിട്ട് മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അയദുന്നു അസ്ഹാബു മുഹമ്മദിൻ അൻ യസ്തഅ്സിറൂനഹു ദൂനനാ ലാ വല്ലാഹ് ലനുസാഹിമന്നഹും അലൈഹി സിഹാമൻ ഹത്താ യദുന്ന അസ്ഹാബു മുഹമ്മദിൻ ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ. മുഹമ്മദ് നബി തങ്ങളുടെ സ്വഹാബിമാര് വിചാരിക്കുന്നുണ്ടോ നമ്മളെ കൊണ്ടുപോവാതെ സ്വർഗത്തിലേക്ക് അവർ ഒറ്റക്ക് പോകുമെന്ന് സ്വഹാബിമാർക്ക് തോന്നുന്നുണ്ടോ? ഖല്ലാ വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലനുസാഹിമന്നഹും അലൈഹി സിഹാമ, സ്വർഗത്തിന്റെ വാതിലിക്കൽ വന്ന് ഞങ്ങളും തിരക്കാൻ വരും. മുഹമ്മദിൻ, അങ്ങനെ മുഹമ്മദ് നബി തങ്ങളുടെ സ്വഹാബിമാർക്ക് മനസ്സിലാവണം, ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാല, അവരുടെ പിന്നിൽ അവരിട്ടേച്ചു പോകുന്നത് ഒന്നാന്തരം ചുണക്കുട്ടികളാണ്, ഞങ്ങളാരും മോശക്കാരായിരുന്നില്ല എന്ന് നമ്മളെക്കുറിച്ച് സ്വഹാബിമാര് പറയണം. അതുകൊണ്ട് ഇത്രയൊന്നും നന്മ ചെയ്ത് നിർത്തിയാൽ പോരാ, ഒരുപാട് നന്മ ചെയ്യണം, ഒരുപാട് മതിയായില്ല എന്ന് പറയാൻ. അതാണ് സാബിഖും ബിൽ ഖൈറാത്ത്. ഒരു നന്മ ചെയ്താൽ അടുത്ത നന്മയിലേക്ക്. ഒരു ഖുർആൻ ഖതം തീർത്ത് കഴിഞ്ഞാൽ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞ് പൂട്ടിവെക്കരുതെന്ന, ഉടനെ ഫാത്തിഹ തുടങ്ങണം. അൽ ബഖറയിലെ ഒരു പേജെങ്കിലും ഓതിയിട്ടെടുത്ത് വെക്കുക. എന്തേ? ഒരു നന്മ കഴിഞ്ഞാൽ അടുത്ത നന്മയിലേക്ക് തുടക്കം വെക്കണം, സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. അല്ലാതെ ഒരു നന്മയെ അവിടെ മുറിച്ചു കളയരുത്. ഒരു നന്മ കഴിഞ്ഞാൽ അടുത്തേത്. ഒന്ന് കഴിഞ്ഞ് ഒരു ഹർഫിന് 10 ഹസനത്ത്. യാ അല്ലാഹ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ് ബൽ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്. ഓരോ അക്ഷരത്തിനും 10 കൂലിയാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്ര നമ്മൾ ഓതണം അള്ളാഹുവിൻ്റെ കലാം. നമ്മുടെ ഈ വാട്സപ്പും ഫേസ്ബുക്കും നെറ്റ് കണക്ഷനൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ കുറേ ഖുർആൻ ഓതാൻ കഴിയും കേട്ടോ. സത്യം പറയണേ, കുറേ ഖുർആൻ ഓതാൻ കഴിയും. നമുക്കൊന്നും പറ്റാത്തത് ഈ വാട്സപ്പ് നോക്കിയിരുന്നിട്ടാണ്. ഒന്നുമല്ല, വെറുതെ ഒരു ടിങ് എന്ന് പറയുമ്പോൾ ഇവിടെ എടുത്ത് നോക്കും. അപ്പോൾ എന്താ, വെറുതെ ഒരു മാറ്റർ ഉണ്ടാവും, ഒരു കഥ ഉണ്ടാവില്ല, വെറുതെ 2-10 മിനിറ്റ് വായിക്കാണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിരിക്കും. എന്തേ ഇപ്പം നമ്മൾ കുറേ കണ്ടല്ലോ, ഇപ്പോൾ കുറേ വാട്സപ്പൊക്കെ കുറേ കാലമല്ലോ കാണാൻ തുടങ്ങിയിട്ട്. അത്രയും കാലം നമ്മൾ ഖുർആൻ ഓതാതിരുന്നതിൻ്റെ നഷ്ടം നമ്മളിനി എന്നാ പരിഹരിക്കുക? ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പോകുന്നത് ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ കുറേ കണ്ടില്ലേ, ആ ഒരു ആവേശത്തിൽ കുറേ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം ആ കണ്ടതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ മെച്ചമുണ്ടായത്? നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായോ? നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ അറിഞ്ഞില്ലേ? എല്ലാം അറിഞ്ഞിട്ടുണ്ട്. കുറേ ലോകവിവരുണ്ടായി, അള്ളാഹുവിൻ്റെ കലാമ മാത്രം നമ്മൾ നോക്കിയില്ലല്ലേ, അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് എടുത്തു നോക്കാൻ പറ്റിയില്ലല്ലേ. എത്ര വലിയ നഷ്ടമാണ് നമ്മളോട് ചെയ്തു വെച്ചത്. ഈ കുറഞ്ഞ സമയം അള്ളാഹു മാരത്തോൺ പ്രതിഫലമാണ് നമുക്ക് പ്രഖ്യാപിച്ചത്, നമുക്കത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലല്ലേ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമിലേക്ക് വരിൻ. അല്ലാഹു തആല പറയുന്നു, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, നിങ്ങളിൽ പാപികളുണ്ട്.
അള്ളാഹു പറയാം, ആ പാപികൾക്ക് അള്ളാഹു പുറത്തു തരും. വമിൻഹും മുഖ്തസ്വിദ്, നിങ്ങളിൽ ഒരു വളരെ മുഖ്തസ്വിദായിട്ട് എക്സ്ട്രീം അല്ല, രണ്ട് എക്സ്ട്രീമുകൾക്കിടയിലുള്ളതാണ് മുഖ്തസ്വിദ് എന്ന് പറയാം. ഒരു മിഡിൽ ക്ലാസ്, ഒരുപാട് തെറ്റുമില്ല എന്നാൽ കുറച്ച് കുരുത്തക്കേടുണ്ട് താനും, ഒരുപാട് നന്മയില്ല എന്നാൽ നന്മയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, നിങ്ങളിൽ നന്മയിലേക്ക് ഓടി വരുന്ന ആളുകളുണ്ട്. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ് നന്മയിലേക്ക് ഓടി വരാൻ കഴിയുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. സൂര്യാസ്തമയത്തിന്റെ മുമ്പ്, അസ്തമയം കഴിഞ്ഞ ഉടനെ, സൂര്യോദയത്തിന് മുമ്പ്, ഉദയത്തിന്റെ ഉടനെ ധാരാളം ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് പറഞ്ഞു നോക്കി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ അല്ലാഹു തന്ന മാണിക്യങ്ങളാണിത്. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, നാവുകൊണ്ട് പറയാൻ വളരെ പ്രയാസമില്ലാത്ത രണ്ട് വചനങ്ങൾ. ഹബീബതാനി ഇലർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന് അത്രമേൽ ഇഷ്ടമുള്ള രണ്ട് വാക്കുകൾ. സഖീലതാനി ഫിൽ മീസാൻ, നമ്മുടെ തുലാസിൽ കനം തൂങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാരമുള്ള വാക്കുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. വല്ല പ്രയാസമുണ്ടോ? ഒന്ന് പതിവാക്കുക. എൻ്റെ പിന്നെ ചെറുപ്പക്കാർ ബൈക്കുമേലൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് പോകുന്നതൊക്കെ കാണുന്നുണ്ട്, വാഹനങ്ങളിലൊക്കെ. അൽഹംദുലില്ലാ, ആ ദിക്റും ചൊല്ലി പോയാൽ എന്താ രസം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റ് നോക്കൂ, ഒരടുത്തുള്ള ഒരാൾ അറിയാതെ ചൊല്ലാൻ പറ്റുന്ന, ചുണ്ടുപോലും അനങ്ങാതെ ചൊല്ലാൻ പറ്റുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടുത്ത് ഒരാൾ ചൊല്ലുന്നത് നോക്കിയാൽ പോലും കാണാൻ കഴിയില്ല, അത്രയും രഹസ്യമായി ചെയ്യാൻ കഴിയുന്നൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ നാവുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോഴേ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കാവലുണ്ടാവില്ലേ, അള്ളാഹുവിൻ്റെ ഹിഫ്ദ് ഉണ്ടാവില്ലേ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മൂസാ അലൈഹിസ്സലാം ലമ്മാ നസലത അലൈഹി തൗറാ, അല്ലാഹു മൂസാ നബിക്ക് തൗറാത്ത് ഇറക്കിയപ്പോൾ വഖറഅഹാ, മൂസാ നബി അലൈഹിസ്സലാം അത് ഓതുകയും ചെയ്തപ്പോൾ ഫവജദ ഫീഹാ ദിക്റ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ കുറിച്ച്, ഹബീബായ നബിയുടെ സമുദായത്തെ കുറിച്ച് അതിൽ പരാമർശം കണ്ടു. അപ്പോൾ പറഞ്ഞു, യാ റബ്ബ് ഇന്നി അജിദു ഫിൽ അൽവാഹി ഉമ്മതൻ ഹുമുൽ ആഖിറൂന സാബിഖൂൻ, അല്ലാഹുവേ കാലങ്ങളിൽ പിറകെ വരുന്നൊരു സമുദായത്തിന്റെ പരാമർശം എൻ്റെ തൗറാത്തിലുണ്ടല്ലോ. അസ്സാബിഖൂൻ, നാളെ സ്വർഗത്തിലേക്ക് അവർ ആദ്യം വരുന്നവരാണ്. ഫജഅൽഹാ ഉമ്മത്തി, ആ സമുദായത്തെ എൻ്റെ സമുദായമാക്കി തരുമോ? ഖാല, അല്ലാഹുവിന്റെ മറുപടി വന്നു, ഇല്ല മൂസ നബിയെ, തിൽക ഉമ്മത്തു അഹ്മദ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണ്, നമ്മളാണ്. ഈ നമ്മെക്കുറിച്ച് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അഭിമാനത്തോടെ പറഞ്ഞു പോയിട്ടുണ്ട്, അല്ലാഹുവേ എനിക്ക് നീ ഒരു സൗകര്യം ചെയ്യുകയാണെങ്കിൽ ആ മുഹമ്മദ് നബിയുടെ ഉമ്മത്തികൾ എന്നെ പെടുത്തി തരേണമേ. ഒരു പ്രവാചകൻ കൊതിച്ചുപോയി. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ചാവുകടലിലേക്ക് പോകുന്ന ഭാഗം ഫലസ്തീനിൽ നിന്ന് 10-20 കിലോമീറ്റർ അകലെ മഹാന്റെ മഖാമുണ്ടെന്നും സിയാറത്ത് ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണ് നബിയുല്ലാഹി മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം. ഒരുപാട് ജൂതന്മാർ വരുന്നുണ്ടോ സിയാറത്തിന്, കുറേ ക്രിസ്ത്യാനികളും വരുന്നുണ്ട്. മുസ്ലിമീങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് ഫലസ്തീനിക്ക് എൻട്രി കുറവായതുകൊണ്ട് കുറച്ച് മുസ്ലിമീങ്ങൾ, കൂടുതൽ സിയാറത്തിന് വരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും. മഹാനായ മൂസ നബി അലൈഹിസ്സലാം അവർക്കൊക്കെ പ്രിയപ്പെട്ട നബിയാണ്. നമുക്കും അള്ളാഹുവിൻ്റെ കരീമായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഒരുപാട് സംഭവ ബഹുലമായ ജീവചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മഹാന്റെ ജീവിതം. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം കൊതിച്ചുപോയി, അവസാന കാലങ്ങളിൽ വരുന്ന ഉമ്മത്തികളിൽ ഒരു മെമ്പറായിട്ട് എന്നെ വിടുമോ പടച്ചോനെ, എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പം നമ്മളൊക്കെ പിൻകാലത്ത് വന്നതിൽ സങ്കടപ്പെടേണ്ടവരല്ല, നമ്മൾ സന്തോഷിക്കേണ്ടവരാണ്. അള്ളാഹു ഏതൊരു കാലഘട്ടത്തിനും യോജിച്ചവരെയാണ് അള്ളാഹു ആ കാലഘട്ടത്തിൽ അമാനത്തേൽപ്പിക്കുന്നത്. യുദ്ആ നൂഹ് അലൈഹിസ്സലാം യൗമൽ ഖിയാമ, നമ്മൾ സാക്ഷി പറയാൻ വന്ന സമുദായമാണ്. നമ്മൾ സാക്ഷി പറയേണ്ടവരാണ് മറ്റു സമുദായങ്ങൾക്ക് എതിരായിട്ട്. എങ്ങനെ? അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിന് അനുയായികൾ, ഈസ നബിയുടെ അനുയായികൾ ക്രിസ്ത്യാനികൾ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ ജൂതന്മാർ, അവർക്ക് മുമ്പ് നൂഹ് നബിയുടെ അനുയായികൾ, ഇബ്രാഹിം നബിയുടെ അനുയായികൾ, ഇവരെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്ന പടച്ച തമ്പുരാൻ അവരോട് ചോദ്യം ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് എൻ്റെ താക്കീതുകാര് വന്നിട്ടില്ലേ? അവർ പറയും ഇല്ല. പ്രവാചകന്മാരോട് ചോദിക്കും, നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തില്ലേ? ഉണ്ട്. തെളിവുണ്ടോ നിങ്ങൾക്ക്? അല്ലാഹുവേ, ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളുണ്ട്.
മൻ യശ്ഹദു ലക, സ്വന്തം സമുദായം നൂഹ് നബിയുടെ അനുയായികൾ നൂഹ് നബിയെ ഞങ്ങളിലേക്ക് നിയോഗിച്ച് ദീൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന വിഷയം അവർ നിഷേധിക്കുമ്പോൾ നൂഹ് നബിയോട് അല്ലാഹുവിന്റെ ചോദ്യം, മൻ യശ്ഹദു ലക, ആരാണ് നൂഹ് നബിയെ നിങ്ങൾക്ക് അനുകൂലമായി ഇവിടെ സാക്ഷി പറയാനുള്ളത്? ഫയഖൂൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉമ്മത്തുഹു, മുഹമ്മദ് നബിയും അവിടുത്തെ ഉമ്മത്തികളും സാക്ഷി പറയും. അതാണ് അല്ലാഹു പറയുന്നത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ, അല്ലാഹു നിങ്ങളെ ഒരു മധ്യമ സമുദായമായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ സാക്ഷി പറയേണ്ടവരാണ്. അപ്പൊ സാക്ഷി പറയേണ്ട ആളെന്നെ പ്രതിയായ എങ്ങനെ ഉണ്ടാവും? നമ്മൾ സാക്ഷി പറയേണ്ട ആളുകളാണ്. അപ്പൊ നമ്മൾ തന്നെ നിസ്കാരവും നോമ്പും നല്ല കാര്യങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്യാതെ ജീവിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? നമ്മൾ സാക്ഷി പറയാൻ വന്ന ആളുകളാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അല്ലാഹുവിൻ്റെ ചോദ്യം നമ്മളോട്, നൂഹ് നബിയുടെ സമുദായം നിങ്ങളുടേതിനേക്കാളും വർഷങ്ങൾ മുമ്പല്ലേ കഴിഞ്ഞു പോയത്? നൂഹ് നബി വന്നത് ഇറാഖിലാണ്, മെസപ്പൊട്ടേമിയയിലാണ്. നൂഹ് നബിയുടെ വെള്ളപ്പൊക്കമുണ്ടായത് ടൈഗ്രീസിൻ്റെയും യൂഫ്രട്ടീസിൻ്റെയും ഇടയിലുള്ള പ്രദേശത്ത് നിന്നാണ് അതിൻ്റെ ആരംഭമെന്നാണ്. അതിനാണ് മെസപ്പൊട്ടേമിയ, ദ ലാൻഡ് ബിറ്റ്വീൻ ടു റിവേഴ്സ്, രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശത്തിനാണ് മെസപ്പൊട്ടേമിയ എന്ന് പറയുന്നത്. അവിടെയാണ് നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാം വന്നിട്ടുള്ളത്. അമ്പിയാക്കന്മാർ മുഴുവനും ഈ ഭൂമിയിലാണ് വന്നത്. അതൊന്നും പുരാണങ്ങളല്ല, ഐതിഹ്യങ്ങളല്ല, ഭൂമിയിൽ നടന്ന ചരിത്ര സംഭവങ്ങളല്ലേ. അള്ളാഹു ചോദിക്കും, മുഹമ്മദ് നബിയുടെ നിങ്ങൾ 21-ാം നൂറ്റാണ്ടുകാരല്ലേ? നൂറ്റാണ്ടുകാരൊന്നും ആരുടെ? ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മം വെച്ചുള്ള കണക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ 14-ാം നൂറ്റാണ്ടുകാരാണ്. ഇപ്പോൾ ഹിജ്റ വെച്ച് നോക്കിയാൽ നമ്മൾ 14-ാം നൂറ്റാണ്ടുകാരാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ നൂഹ് നബിയുടെ സമുദായത്തിന് സാക്ഷി പറയും? അപ്പം നമ്മൾ പറയുന്ന മറുപടി, അതാനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങൾക്ക് കടന്നു വന്നു. ആ പ്രവാചകൻ പറഞ്ഞത് മുഴുവനും സത്യമായിരുന്നു. സത്യമല്ലാത്തതൊന്നും നബി തങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ആ പ്രവാചകർ പറഞ്ഞതാണ് ഞങ്ങളുടെ സാക്ഷ്യം. നബി തങ്ങൾ പറഞ്ഞു നൂഹ് നബിയുടെ ചരിത്രം. ആ ചരിത്രം വെച്ച് നോക്കിയാൽ നൂഹ് നബി അവർക്ക് പ്രബോധനം ചെയ്തിട്ടുണ്ട്. അവർ നിഷേധിക്കുകയാണ്. സോലിഹ് നബി അലൈഹിസ്സലാം സമൂദിലേക്ക് വന്നിട്ടുണ്ട്. ഹൂദ് നബി അലൈഹിസ്സലാം ഇറമിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ അവർ നിഷേധിക്കുകയാണ് റബ്ബേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത് ആര് പറഞ്ഞെന്ന ബലത്തിലാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ മഖാമാണെങ്കിലോ ഹബീബായ നബി നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതിനേക്കാളും ഉറപ്പാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരുപക്ഷെ ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം. ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് അവ്യക്തത വന്നേക്കാം. ചിലത് നമ്മൾ കണ്ടത് മറന്നുപോയേക്കാം. പക്ഷേ മുത്തുനബി തങ്ങൾ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഹബീബായ നബി തങ്ങൾക്ക് അശ്രദ്ധ വരുന്നില്ല. ഒരിക്കലും അശ്രദ്ധയില്ല നബിക്ക്. തങ്ങളുടെ മനസ്സ് ഉറങ്ങാറില്ല, കണ്ണുകളാണ് ഉറങ്ങാറുള്ളത്. അങ്ങനെയാണല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുടെ ഒരു ഉറക്കം കണ്ടപ്പോൾ നബി തങ്ങൾ ആ ഉറക്കത്തിൽ എഴുന്നേറ്റ് ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, യാ ആയിഷ ആയിഷ ഇന്ന ഐനയ്യ തനാമാൻ വലാ യനാമു ഖൽബി. ആയിഷ, എൻ്റെ കണ്ണുകളാണ് ഉറങ്ങുന്നത്, എൻ്റെ മനസ്സ് ഉറങ്ങുന്നില്ല. മുത്തുനബിയുടെ ഖൽബ് ഉറങ്ങുന്നില്ല, തങ്ങളുടെ മനസ്സ് ഉറങ്ങുന്നില്ല, കണ്ണുകളെ ഉറങ്ങൂ. ഹബീബിന്റെ മുമ്പിൽ ജൂതന്മാരുടെ ഒരു സംഘം വരികയുണ്ടായി. മഹാനായ അബൂ നഈം അൽ അസ്ഫഹാനി അവരുടെ ഹില്യത്തുൽ ഔലിയായിൽ സംഭവം ഉദ്ധരിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ قال حضرت عصابة من اليهود يوما النبي. ഒരു ദിവസം ഹബീബിന്റെ മുമ്പിലേക്ക് ഒരു സംഘം ജൂതന്മാർ മുത്തുനബിയുടെ മുമ്പിലേക്ക് വന്നു. ഒരു ജൂത പണ്ഡിതന്മാർ. അവരോട് തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിനെ വെച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ, അൻഷുദുക്കും ബില്ലാഹില്ലദീ അൻസല തൗറാത്ത അലാ മൂസാ പ്രവാചകൻ അലൈഹിസ്സലാമിന് ആരാണോ തൗറാത്ത് ഇറക്കി കൊടുത്തത് ആ പടച്ച തമ്പുരാനെ മുൻനിർത്തി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഹൽ തഅലമൂന അന്ന ഹാദൻ നബിയ തനാമു ഐനാഹു വലാ യനാമു ഖൽബു. പ്രവാചകന്മാരുടെ സംബന്ധിച്ച് അവരുടെ കണ്ണുകളെ ഉറങ്ങുന്നുള്ളൂ, അവരുടെ ഹൃദയം ഉറങ്ങുന്നില്ല എന്നത് സത്യമല്ലേ?
അവർ മുഴുവൻ പറഞ്ഞു അല്ലാഹുമ്മ നഅം, അത് സത്യമാണ് മുഹമ്മദ് നബിയെ, ഞങ്ങളുടെ പ്രവാചകന്മാരെ കുറിച്ച് ഞങ്ങളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. നബി ഞങ്ങൾ പറഞ്ഞു അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്, റബ്ബേ നീ ഇതിന് സാക്ഷിയാണ്. നിന്റെ പ്രവാചകന്മാരുടെ കണ്ണുകളെ ഉറങ്ങുന്നത്, അവരുടെ ഖൽബ് ഉറങ്ങുന്നില്ല, ഉറക്കത്തിൽ പോലും അവരുടെ ഹൃദയം സജീവമാണ്. പ്രവാചകന്മാരുടെ മുഴുവൻ ജീവിതവും സജീവമാണ്. നമ്മൾ ഉറങ്ങുമ്പോഴെങ്കിലും നമ്മൾ അന്തം വിട്ട് ഉറങ്ങാന്നൊക്കെ പറയില്ലേ, നമുക്കൊരു ബോധമില്ലാണ്ട് ഉറങ്ങിപ്പോവില്ലേ? പ്രവാചകന്മാർക്കത് സംഭവിക്കുന്നില്ല. നബി ഞങ്ങൾ പറയുമായിരുന്നു ഇന്നീല അൻദുറു ഇലാ മാ വറാഇ, എൻ്റെ പിറകിലുള്ളത് ഞാൻ കാണുന്നുണ്ട്, കമാ അൻദുറു ഇലാ ബൈന യദയ്യ, എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കാണുന്ന പോലെ പിറകിൽ നിന്ന് കാണാൻ അല്ലാഹു എനിക്ക് കഴിവ് നൽകിയിട്ടുണ്ട്. അത് ഹബീബിൻ്റെ പ്രത്യേകതയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി ഞങ്ങൾ പറഞ്ഞു തന്ന വിഷയങ്ങൾ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അവിടെ നൽകുന്ന അല്ലാഹു നൽകുന്ന വഹിയല്ലാതെ, ദിവ്യബോധനമല്ലാതെ, റെവലേഷൻ അല്ലാതെ ഹബീബായ നബി തങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ. ഹദീസിൽ വന്ന ഇജാസുകളുണ്ട്, അത് മാത്രം ഒരുപാട് ചർച്ച ചെയ്യാൻ മാത്രമുള്ള വിഷയങ്ങളുണ്ട്. ഖുർആനിൽ വന്ന ഇജാസുകളുണ്ട്, ഖുർആനിൽ വന്ന ശാസ്ത്രീയ സത്യങ്ങൾ. പക്ഷെ ഹദീസിൽ വന്നത് ഒരുപാടാണ്. കാരണം ഹദീസ് ഒരുപാടുണ്ടല്ലോ. ഹദീസുകളിലെ ഇജാസുകൾ പരന്നു കിടക്കുകയാണ്. എന്തേ? അവിടുന്ന് പറഞ്ഞ ഓരോ വാക്കും സത്യമായി പുലർന്നിരിക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു, സത്യമായി പുലർന്നിരിക്കുകയാണ്. നമ്മൾ ഹില്ലിലും ഹറമിലും കൊല്ലപ്പെടേണ്ട ജീവികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ ഹിദ്അ, പരുന്ത് പോലെയുള്ള ഒരു പ്രാപ്പിടിയനെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹിദ്അത്തിന് എന്താ മലയാളത്തിൽ പറയലേ? എർലാടി അല്ലേ? ഹിദ്അത്ത് എന്ന് പറയുന്ന ആ ഒരു പരുന്തിനെ പോലെ തോന്നിക്കൂ അല്ലേ? അതിനെ ഹില്ലിലും ഹറമിലും കൊല്ലാമെന്ന. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് പടച്ചോനെ എന്തിനെ ഇപ്പോൾ ഹില്ലിലും ഹറമിലും ഇതിനെ കൊല്ലേണ്ട കാര്യം, ഇതിന് മാത്രം എന്ത് കുഴപ്പം ഇവർക്ക് ഉള്ളത് നമുക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിലൊരു ഒരു കാട്ട് തീപിടുത്തമുണ്ടായല്ലോ, മില്യൺ കണക്കിന് ജന്തുജാലങ്ങളൊക്കെ ചത്തൊടുങ്ങിയ ആ തീപിടുത്തത്തെ സംബന്ധിച്ച് ഒരു യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തിയിരുന്നു. ഞാൻ അതിന് റെഫറൻസ് ആ വിഷയം എടുക്കാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല. പക്ഷേ വളരെ ഒഥൻറ്റിക്കാണ്. അവിടെ തീ ഇങ്ങനെ പടർന്നു പിടിക്കാൻ കാരണം ഈ ഹിദ്അത്ത് പക്ഷികൾ തീയുടെ കതിരുകൾ എടുത്തിട്ട്, തീ കത്തുന്ന പുല്ലിൻ്റെ കതിരെടുത്തിട്ട് പൊക്കിയെടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിടും, അവിടെ കത്തിക്കും. അവിടെ നിന്ന് എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി. ഇവകളാണ് ഈ തീയിനെ ഇത്രമേൽ പടർത്താൻ വലിയൊരളവോളം പങ്കുവഹിച്ചത്. തീയിനിടയിലൂടെ അവകൾ പറക്കുന്ന വീഡിയോ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ഈ പക്ഷികൾ സുബ്ഹാന, അവർക്ക് അന്നം കിട്ടാൻ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുകയാണത്. കാരണം കാട്ടുതീ ഉണ്ടെങ്കിൽ ജീവജാലങ്ങൾ വെന്ത് അവർക്ക് ഭക്ഷണം കിട്ടും. പക്ഷെ ഇത് ഒരു ദിവസം കൊണ്ട് ഭക്ഷണം തീരുന്നവർക്ക് അറിയില്ലല്ലോ, അത് അപകടമല്ലേ? ജീവജാലങ്ങൾ മുഴുവൻ ഒരു ദിവസം കത്തിത്തീർന്ന വെന്ത് മരിച്ചാൽ അവർക്ക് എന്ത് ഭക്ഷണം കിട്ടാനാണ്? അതിനെ സംബന്ധിച്ച് അബ്ദുദ്ദാഇമുൽ ഖഹീർ, അദ്ദേഹം ഇന്ന് ഖുർആനിൽ റിസർച്ച് ചെയ്യുന്നൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അള്ളാഹു ഹിദ്അത്തിനെ കൊല്ലാൻ പറഞ്ഞതിൻ്റെ യുക്തി, ഇതുപോലെയുള്ളൊരു മഹാ അപകടം മനുഷ്യരാശിക്ക് വരുത്തിവെക്കാൻ കാരണമായതിൽ ഈ പറവക്ക് പങ്കുണ്ട് എന്ന് 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ കാണുന്നത്. തീയിനിടയിലൂടെ പറന്നിട്ട് കമ്പുകൾ എടുത്തിട്ട് കൊണ്ടുപോയി എറിയുക, അങ്ങനെ അവിടെ കത്തിപ്പിടിക്കുക, അവിടെ നിന്ന് എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിടുക. ഇങ്ങനെ ഈ തീ കത്തിപ്പടർത്താൻ ഈ ജീവജാലങ്ങൾക്കൊരു ഇൻസ്റ്റിക്റ്റ് അല്ലാഹു തആല കൊടുത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. യുഖ്തൽന ഫിൽ ഹില്ലി വൽ ഹറം. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസുകൾ ഭയങ്കര അത്ഭുതമാണ്. ഓരോന്നും ചിലത് നമുക്ക് മനസ്സിലാവാത്തതാണ്, കൺഫ്യൂഷൻ ആവുക. പക്ഷേ അതിനെ സംബന്ധിച്ച് പഠിച്ചു നോക്കിയാൽ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, മുത്തുനബി തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവനും ഞാൻ എഴുതി വെക്കാറുണ്ട്. അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഖുറൈശികൾ എന്നോട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അംറേ, നിങ്ങൾ എന്തിനാ എല്ലാം എഴുതുന്നത്? തക്തുബു കുല്ല ശൈ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബശറുൻ. മുത്തുനബി തങ്ങൾ പ്രവാചകർ ഒരു മനുഷ്യനല്ലേ, നിങ്ങൾ എന്തിനാ എല്ലാം എഴുതി വെക്കുന്നത്? ഫയതകല്ലമു ഫിൽ ഗളബി വറിദാ. സന്തോഷം ഉണ്ടാകുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും സംസാരിക്കുന്ന ആളുകളല്ലേ പ്രവാചകനായാലും അല്ലെങ്കിലും. അതുകൊണ്ട് എന്തിനാ നിങ്ങൾ എഴുതി വെക്കുന്നത് എന്ന് എന്നോട് ആര് പറഞ്ഞു? മക്കയിലെ മുശ്രിക്കുകളായ ഖുറൈശികൾ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ എഴുത്ത് നിർത്തി. നബിൻ്റെ ഹദീസ് ഞാൻ എഴുതി വെക്കുമായിരുന്നു. കാരണം ഖുർആൻ എഴുതി വെച്ചിരുന്ന പോലെ ഹദീസ് എഴുതി വെക്കാൻ നബി തങ്ങൾ ആദ്യകാലങ്ങളിൽ സ്വഹാബത്തിന് സമ്മതം കൊടുത്തിരുന്നില്ല, ഹദീസും ഖുർആനും മിക്സായി പോവാതിരിക്കാൻ. പക്ഷെ അന്നും ഹദീസ് രേഖപ്പെട്ടിരുന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ നബിയോട് വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയുടെ വചനങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്. അപ്പോഴാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഖുറൈശികൾ. അപ്പം ഞാൻ എഴുത്ത് നിർത്തി കേട്ടോ. അപ്പോൾ തങ്ങൾ പറഞ്ഞു,
ഉക്തുബ് എഴുതിക്കോളൂ അബ്ദുല്ലാ, ഫവല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഹബീബായ നബി തങ്ങൾ നാവിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, മാ യഖ്റുജു മിൻഹു ഇല്ലാ ഹഖ്, സത്യമല്ലാതെ മറ്റൊന്നും എൻ്റെ വായിൽ നിന്ന് വരികയില്ല. എഴുതിക്കോളൂ അബ്ദുല്ലാഹ് ഇബ്നു അംറേ, എഴുതിക്കോളൂ, സത്യമല്ലാതെ എൻ്റെ വായിൽ നിന്ന് വരുന്നില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു തന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റു സമുദായങ്ങൾക്കെതിരെ പോലും ഖിയാമത്തിൽ സാക്ഷി പറയേണ്ട ആളുകളാണ് നമ്മൾ. വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറൂ വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടെ ഈ ലോകത്തിന് സമ്മാനിച്ച തുഹ്ഫയാണ് മുസ്ലിം ഉമ്മത്ത്. ഈ ഉമ്മത്ത് ഹബീബ് പറഞ്ഞ പോലെ ജീവിക്കുന്നവരെ, ഈ ഉമ്മത്തിന്റെ പേരിൽ തീവ്രവാദം ചെയ്യുന്നവരോ പ്രവർത്തിക്കുന്നവരോ അല്ല, പക്ഷേ സത്യസന്ധമായ ഇസ്ലാമിനെ മനസ്സിലാക്കി ജീവിക്കുന്നവർ ഈ ലോകത്തിന് അനുഗ്രഹമാണ്, റഹ്മത്താണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, യജീഉൻ നബിയ്യു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ പ്രവാചകന്മാർ ഓരോരുത്തരും കടന്നു വരുമ്പോൾ ചില നബിമാരുടെ കൂടെ ആളില്ല, ചില നബിന്റെ കൂടെ ഒരാളുണ്ടാവും, ഒരു മെമ്പറെ കിട്ടിയിട്ടുള്ളൂ. ചില നബിയുടെ കൂടെ റഹത്തുൻ, കുറച്ചാളുകളെ. അങ്ങനെ വരുന്നു നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ സമുദായം ആവേണമേ. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വലിയൊരു സമുദായം വരുന്നു. അത് ഹബീബിന്റെ ഉമ്മത്തികളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സദ്ദൽ ഉഫുഖ, ചക്രവാളങ്ങളെ മുഴുവനും നിറച്ചുകൊണ്ട് വലിയൊരു സമൂഹം എന്ന് വരുന്നുണ്ട്. മിൻഹും, അവരിൽ 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവരാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിചാരണയില്ലാതെ പോകുന്നവരാണ്. അപ്പോഴാണ് ഉഖാശത്ത് ബിൻ മുഹ്സിൻ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഇജ്അൽനി അൻ നകൂന മിൻഹും യാ റസൂലല്ലാഹ്, നബിയെ ആ വിഭാഗത്തിൽ ഞാനും പെടാൻ എനിക്കൊന്ന് ദുആ ഇരക്കണേ, എനിക്ക് വേണ്ടി ദുആ ഇരക്കണേ. 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് ഈ ഉമ്മത്തിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ സ്വഹാബിമാരിൽ ആളുകൾ, നബിയെ ഞാനും. അപ്പൊ മഹാനായ നബി തങ്ങൾ സബഖക ബിഹാ ഉഖാശ, അത് ഉഖാശ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി. വീണ്ടും ആളുകൾ വരാൻ തുടങ്ങി, നബി എനിക്കും ദുആ ഇരക്കിൻ. എന്തിനെന്നറിയോ? 70,000 ആളുകളാണ് എന്ന് പറയുമ്പോൾ അന്ന് ഹബീബിന്റെ കൂടെ ജീവിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് സ്വഹാബിമാരുണ്ട്. അവരൊക്കെ വന്ന് ചോദിച്ചാൽ 70,000 തീരൂലേ? പിന്നെ പിൻഗാമികൾക്ക് നിരാശ വരും. അതുകൊണ്ട് ഒരാളുടെ മെമ്പർഷിപ്പ് നബി തങ്ങൾ സ്ഥിരപ്പെടുത്തി, ഉഖാശ റളിയല്ലാഹു അൻഹുവിന്റെ. ബാക്കി നബി തങ്ങൾ പുറത്തുവിട്ടില്ല. ആ 70,000-ൽ ഇനിയും കയറിക്കൂടാൻ അവസരമുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ 70,000 പോരെ നബിയെ, അള്ളാഹുവിനോട് കൂട്ടിത്തരാൻ വേണ്ടി പറയണം. അങ്ങനെ നബി തങ്ങൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തികളിൽ വിചാരണയില്ലാതെ പോകുന്ന എണ്ണം പടച്ചവനെ 70,000 പോരാ. അങ്ങനെ അല്ലാഹു തആല ഓരോ 1000-ന്റെ കൂടെയും 70,000 ആഡ് ചെയ്ത് കൊടുത്തുന്ന 70,000-ലെ ഓരോ 1000-ന്റെ ഒപ്പവും വേറൊരു 70,000. അത്രമേൽ ആളുകൾ വിചാരണയില്ലാതെ നന്മയുടെ പക്ഷത്ത് ജീവിച്ചവർ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നുണ്ടെന്നാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ളൊരു ഉമ്മത്തികളായിട്ടാണ് അള്ളാഹു ആഖിറുസമാനിലെ നമ്മളെ അള്ളാഹു നിയോഗിച്ചത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സ്വഹാബത്തിലെ 50 ആളുകളുടെ പ്രതിഫലം അല്ലെങ്കിൽ 100 ആളിൻ്റെ പ്രതിഫലമൊക്കെ നബി തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിഫലവും അള്ളാഹു നമ്മെ സജ്ജനങ്ങൾ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കണം. നമ്മുടെ പരിപാടിക്ക് വേണ്ടി സഹായിച്ച, പ്രവർത്തിച്ച, ഇതിലേക്ക് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനാ വസിയത്തുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം വായിക്കുന്നില്ല. ഈ പരിപാടി ഇവിടെ ആരംഭിക്കണമെന്ന് പറഞ്ഞത് മുതൽ ഒരു പറ്റം ചെറുപ്പക്കാർ അന്ന് മുതൽ ഇന്ന് വരെ അശ്രാന്ത പരിശ്രമം, അവരുടെ വിജയമാണ്. അൽഹംദുലില്ലാഹ്, അവരൊക്കെ സന്തോഷത്തിൻ്റെ കണ്ണീരൊഴുക്കുകയാണ്. ഇപ്പോൾ അള്ളാഹു ഇതൊക്കെ കബൂലാക്കട്ടെ. എന്നപോലെ നമ്മളുടെ ഹുസൈനാജിയുടെ സഹോദരി അത്യാസന്ന നിലയിൽ കുറേ ദിവസമായി മരണം ആണെങ്കിൽ ഹൈറുള്ള മരണം, അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ഹുസൈനാജിൻ്റെ പെങ്ങളെ സഹോദരി നമ്മളുടെ കാരണവരാണ്. അല്ലാഹു തആല സലാമത്താക്കി കൊടുക്കട്ടെ. നമ്മൾ ഒരു മഗ്‌രിബിന്റെ സമയമായി ഒരു 3 സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ,
ഞങ്ങളുടെ ഈ സംഗമം നീ സ്വീകരിക്കണേ റബ്ബേ. അസ്ർ മഗ്രിബിന് ഇടയിലെ 1 മണിക്കൂർ നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയങ്ങളിൽ പെടുത്തി ദുആഇനെ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റഹ്മാനെ. ഈ സദസ്സെന്ന് പിരിഞ്ഞു പോകുമ്പോൾ കഴുകി ശുദ്ധിയാക്കപ്പെട്ടവരായി ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ, ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ദീൻ പഠിക്കാൻ സഹായിച്ചവർ, ഈ പരിപാടിക്ക് വേണ്ടി പരിശ്രമിച്ചവർ, ഈ നാടിലെ പള്ളി മദ്രസകൾ, ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്നവർ, സഹായിച്ചു മരിച്ചുപോയവർ, ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹുലുകാലിൽ പെടുത്തണേ റബ്ബേ. നഹ്നുൽ ആഖിറൂന സാബിഖൂൻ, കാലങ്ങളിൽ പിറകെ വന്നവർ എന്നാൽ നാളെ ആദ്യം മുന്നിലെത്തുന്നവർ എന്ന് പറഞ്ഞ നിൻ്റെ ഹബീബ് സന്തോഷം പറഞ്ഞവരിൽ ഞങ്ങളെ ചേർക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, സാബിഖൂന ബിൽ ഖൈറാത്ത്, നന്മയിലേക്ക് മുന്നിട്ട് വരാനുള്ള ആവേശവും മുന്നിട്ട് വരാനുള്ള തൗഫീഖും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ആൺമക്കളെയും പെൺമക്കളെയും വിദ്യാർത്ഥിനികളെ, യുവതി യുവാക്കളെ റബ്ബേ നിൻ്റെ പ്രത്യേകമായ കരുണ കൊണ്ട് നിൻ്റെ കാവലിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മദ്യപാനികളും വ്യഭിചാരികളുമായി പോവാതെ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ചിന്തകളിലേക്ക് വന്നുകൂടുന്ന പൈശാചികതകളെ നീ തടഞ്ഞു നിർത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധമായ ജീവിതമാക്കണേ റബ്ബേ. പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും സന്തോഷങ്ങളിൽ നിനക്ക് ശുക്ർ ചെയ്യുകയും ചെയ്ത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന നാളെ ആഖിറം രക്ഷപ്പെടാൻ കൊതിയൂറി നടക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മരണം സന്തോഷത്തിലാക്കണേ റബ്ബേ. മരണശൈലിയിൽ കിടക്കുന്ന രോഗികളുണ്ട്, അവർക്ക് മരണമാണ് ഖൈറെങ്കിൽ ഈമാൻ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, വിവിധങ്ങളായ രോഗങ്ങളിൽ കഴിയുന്നവരുണ്ട്, നീ ശമനം നൽകണേ റബ്ബേ. കടബാധ്യതകൾ കുടുങ്ങിയവരുണ്ട് റഹ്മാനെ, ഇത് വീടാനുള്ള വഴികൾ എളുപ്പമാക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജഅൽനാ മുഖീമിസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ റബ്ബേ. നന്മ ചെയ്യുന്നവരാക്കണേ റബ്ബേ. തിന്മയെ മനസ്സുകൊണ്ട് വെറുക്കുന്നവരാക്കണേ റബ്ബേ. നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അത് ഞങ്ങൾക്ക് ഇഷ്ടമാക്കി താ റബ്ബേ. നിനക്ക് എന്തൊക്കെ വെറുപ്പുണ്ടോ ഞങ്ങളുടെ മനസ്സിന് തന്നെ അത് വെറുപ്പാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് സജ്ജനങ്ങളുടെ സഹവാസം നൽകണേ റബ്ബേ. നീ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളിലേക്ക് ഞങ്ങളെ ചേർത്തണേ തമ്പുരാനെ. ബിജാഹി വഹഖി നബിയിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സ്വല്ലല്ലാഹു